ാണ് ഇവിടുന്ന് അങ്ങോട്ട് സ്ഥിരമായിട്ട് ക്ലാസ് ഉണ്ടാവും. അടുത്ത LPUP പരീക്ഷ എന്നാണോ അതുവരെയുള്ള ക്ലാസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് സിലബസ് എല്ലാം കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്തിട്ട് നല്ലൊരു ഉയർന്ന റാങ്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്ലാനിങ് നമ്മൾ ഈ ഒരു കോച്ചിങ് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത്. ഓക്കെ, ഏതായാലും നമുക്ക് ഇന്ന് മുതൽ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി കൂടുതലായിട്ട് ഡീറ്റെയിൽസ് പരീക്ഷയെ കുറിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നത് തന്നെ ആയിരിക്കും. അതായത് ഒരു പരീക്ഷ എന്ന് പറയുന്നത്, നിങ്ങളുടെ LPUP എന്ന് പറയുന്നത് ഒരു മത്സര പരീക്ഷയാണ്. എപ്പോഴും മത്സര പരീക്ഷയുടെ ഒരു പ്രത്യേകത നമ്മൾ ഉയർന്ന റാങ്ക് വാങ്ങുക എന്നുള്ളതാണ്. ഒരു പാസ് ആവാനുള്ള ഒരു മാർക്ക് വാങ്ങലല്ല. എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങുന്നവർ എന്ത് ചെയ്യും, രക്ഷപ്പെടും. അങ്ങനെയാണ് ഈ ഒരു PSC പരീക്ഷയുടെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം നമ്മൾ നല്ല സ്കോറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പുതിയ പുതിയ അറിവുകൾ എവിടെ നിന്നൊക്കെയാണോ കിട്ടുന്നത് അതെല്ലാം എന്ത് ചെയ്യുക, കരസ്ഥമാക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു പോയിന്റ് പഠിച്ചതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, നല്ലൊരു റാങ്കിലേക്ക് എത്താൻ സാധിക്കണമെന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളോടൊപ്പം തന്നെ പല പോയിന്റുകൾ അവർക്കൊന്നും മറ്റുള്ളവർക്ക് അറിയാത്ത രീതിയിലുള്ള ആശയങ്ങൾ പഠിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്കോർ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് നല്ലൊരു റാങ്കിൽ എത്താൻ സാധിക്കുന്നത്. ഓക്കെ അല്ലേ? പിന്നെ പല രീതിയിലുള്ള നെഗറ്റീവുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഡിവിഷൻ ഫാളിനെ കുറിച്ചുള്ള ചിന്താഗതികൾ ഉണ്ടാവും. ഇപ്പൊ നിലവിലുള്ള ലിസ്റ്റ് നിയമനം നടക്കാത്തതിനെ കുറിച്ചുള്ള ചിന്താഗതികൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ചിന്താഗതികളൊക്കെ ഉണ്ടാവും. അതൊക്കെ തൽക്കാലം മാറ്റി വെക്കുക. നമ്മൾ പഠിച്ചിട്ട് നല്ലൊരു റാങ്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോലി കിട്ടും. ഈ ഡിവിഷൻ ഫാളൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ അതിന്റെ സാഹചര്യം നിൽക്കും. അതായത് ഇപ്പൊ അത്യാവശ്യം അധ്യാപകർ അല്ലെങ്കിൽ ഡിവിഷൻ ഫാൾ കുട്ടികൾ കുറഞ്ഞിട്ടുള്ള ആ ഒരു പ്രശ്നം ഇതോടുകൂടി തീരും. പിന്നെ നിലവിലുള്ള അധ്യാപകരും നിലവിലുള്ള കുട്ടികളുമായിട്ട് എന്ത് ചെയ്യും, മുന്നോട്ട് പോകും. അതായത് പൂർണ്ണമായിട്ട് കുട്ടികളും എല്ലാം ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഏതായാലും ഉണ്ടാവില്ല. അപ്പൊ കുറയാനുള്ള കുട്ടികളൊക്കെ കുറഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ട് എന്തുണ്ടാവും, നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ജോലിക്കുള്ളത് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നല്ല പഠിത്തമാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ല മറ്റു കാര്യങ്ങളിലേക്കൊന്നും എന്ത് ചെയ്യേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക, ആവശ്യമുള്ളത് പഠിക്കുക. കുറെ പഠിക്കുക എന്നല്ല, നമുക്ക് ഒരുപാട് ആവശ്യമില്ലാത്ത പോയിന്റുകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ആശയങ്ങൾ ഉണ്ടാവും. നമ്മുടെ LPUP പരീക്ഷയ്ക്ക് എന്തൊക്കെയാണോ നമുക്ക് പ്രധാനപ്പെട്ടത്, ആവശ്യമുള്ളത്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, പഠിച്ചു പോവാം. ഏതായാലും ഇനി എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ സംസാരിക്കുന്നില്ല, നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. പ്രത്യേകം പരിഗണന അർഹിക്കുന്ന വിഭാഗം. ഓക്കെ, PWD ആക്ട് ഒക്കെ വരുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് ഇന്ന് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ആശയങ്ങൾ വരുന്ന, 2-3 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായ ടോപ്പിക്കിൽ ഉൾപ്പെടുന്ന പോയിന്റുകളാണ്. അപ്പൊ അത്തരത്തിലുള്ള ആശയങ്ങളുമാണ് നമ്മൾ ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളത്, പറയുന്നത്. ഇപ്പൊ കൃത്യമായിട്ട് പഠിച്ചു പോവുക. പഠിച്ചു പോകുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, അതിനോട് കൂടെ ചെറിയൊരു നോട്ടും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ വിഷയത്തിനും കൃത്യമായ ഒരു നോട്ട്. അല്ലാതെ ഒന്ന് മുമ്പെന്നോ ഒന്ന് ബാക്കെന്നോ ഒന്ന് സെന്ററിന്നോ എഴുതിയിട്ട് എന്ത് ചെയ്യരുത്, ആകെ ഒരു എല്ലാം കൂടി ഒരു മിക്സ് ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. എല്ലാ വിഷയത്തിനും അതിൻ്റെതായിട്ടുള്ള നോട്ടുകൾ വെക്കുക. അത് കൃത്യമായിട്ട് ഓരോ ടോപ്പിക്ക് എഴുതിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത് ആ രീതിയിൽ പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യാം, എഴുതി പോവാം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പ്രത്യേകം പരിഗണന അർഹിക്കുന്ന വിഭാഗത്തെ കുറിച്ചാണ്. എന്താണ് ഈ പ്രത്യേകം പരിഗണന അർഹിക്കുന്ന വിഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? CWSN എന്ന് പറയും. ഓക്കെ, CWSN, ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്, പ്രത്യേകം കെയർ ചെയ്യേണ്ട, പ്രത്യേകം ആവശ്യങ്ങളുള്ള കുട്ടികളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ പ്രത്യേകം പരിഗണന അറിയിക്കുന്ന വിഭാഗത്തിലേക്ക് പോകുമ്പോൾ അതിലേക്ക് എങ്ങനെ എത്തുന്നു എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഭാഗം, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാലയത്തിൽ പ്രത്യേകം പരിഗണന അർഹിക്കുന്ന വിഭാഗക്കാർ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അതായത് എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ വിദ്യാലയത്തിൽ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളും അതുപോലെ തന്നെ പ്രത്യേകം ആവശ്യങ്ങളുള്ള കുട്ടികളും എത്തിപ്പെട്ടത് എന്നുള്ളത് എന്ത് ചെയ്യണം, ആദ്യം ചർച്ച ചെയ്യണം. അത് ചർച്ച ചെയ്യുമ്പോഴാണ് ഏതിന്റെ പ്രസക്തി, ഉൾചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി പോവട്ടോ. ചേർന്ന വിദ്യാഭ്യാസം, ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഉൾചേർന്ന വിദ്യാഭ്യാസമാണ്.
ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ പല പേരിൽ പറയാറുണ്ട്. ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന് തന്നെ എന്തും പറയാറുണ്ട്, സങ്കലിത വിദ്യാഭ്യാസം എന്ന് പറയാറുണ്ട്. സങ്കലിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന രീതിയിലൊക്കെ പറയുന്ന എന്താണ്, ഒരേ ആശയമാണ്. ഓക്കെ, സങ്കലിത വിദ്യാഭ്യാസം എന്തൊക്കെയാ പറഞ്ഞത്, സങ്കലിത വിദ്യാഭ്യാസം. അതേപോലെ തന്നെ സംയോജിത വിദ്യാഭ്യാസം, ഇതൊക്കെ ഒരേ ആശയമാണ്. കൂട്ടിച്ചേർന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസം, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടാ. കൂട്ടിച്ചേർന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസം, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസം, അതാണ് ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നത് ശ്രദ്ധിക്കാം. അതായത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങളുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ വിദ്യാലയങ്ങളായിരുന്നു. ഓക്കെ, ഇപ്പൊ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് അവർക്കായിട്ടുള്ള വിദ്യാലയങ്ങള്, കാഴ്ചക്ക് ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യും, അവർക്കായിട്ടുള്ള വിദ്യാലയങ്ങള്, അതേപോലെ തന്നെ മെന്റലി പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കൊക്കെ എന്ത്, അവരുടേതായിട്ടുള്ള സ്പെഷ്യൽ വിദ്യാലയങ്ങളും അവിടെ അവർക്ക് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ വിദ്യാഭ്യാസ രീതികളുമായിരുന്നു എന്ത് ചെയ്തിരുന്നത്, നിലനിന്നു പോയിരുന്നത് പണ്ട് കാലങ്ങളിൽ. ഓക്കെ, പിന്നീട് വന്ന ഓരോ നയങ്ങളും നിയമങ്ങളും ഒക്കെ എന്ത് ചെയ്തു, ഇവരെയും കൂടി എങ്ങോട്ട് ഉൾപ്പെടുത്തണം എന്ന രീതിയിലേക്ക് മാറി, പൊതുവിദ്യാലയങ്ങളിലേക്ക് ഉൾപ്പെടുത്തണം എന്ന രീതിയിലേക്ക് മാറി. അതായത് പ്രധാനമായിട്ടും ഈ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിക്കുക എന്നത് ഭരണഘടനയുടെ ഒരു അവകാശം, ഭരണഘടന നൽകുന്ന ഒരു അവകാശമായിട്ട് മാറി. നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങള്, അതേപോലെ തന്നെ പല രീതിയിലുള്ള നിയമങ്ങളും നയങ്ങളൊക്കെ എന്ത് ചെയ്തു, നമ്മുടെ രാജ്യത്തും അല്ലെങ്കിൽ ലോകത്തിലും ഒന്നാകെ എന്ത് ചെയ്തു, ഉണ്ടായി. ഒരു മിനിറ്റ്. ഓക്കെ, തുടരാട്ടാ. ഇപ്പൊ പറയുന്ന പോയിന്റുകളൊന്നും നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, അത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് പറയാണ്, ഒരു ആമുഖമാണ്. അതായത് ഒരുപാട് നയങ്ങള്, ഒരുപാട് നിയമങ്ങളൊക്കെ ഇങ്ങനെ വന്നതിന് ഫലമായിട്ട് എന്ത് സംഭവിച്ചു, ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളെയും പൊതുവിദ്യാലയങ്ങളിലൂടെ വിദ്യാഭ്യാസം നൽകുക എന്നൊരു കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേർന്നു. ഓക്കെ, ഒരുപാട് കാലം എങ്ങനെയായിരുന്നോ, അവർക്ക് അവരുടേതായിട്ടുള്ള സ്പെഷ്യൽ വിദ്യാലയം എന്ന രീതിയിലേക്ക് മാറി. ആ ഒരു രീതിയിലായിരുന്നു പോയിരുന്നത്. ആ സമയത്ത് ഒരുപാട് നിയമങ്ങൾ വന്നു, ഒരുപാട് തീരുമാനങ്ങൾ, നയങ്ങൾ വന്നു. ആ നയങ്ങളൊക്കെ വരുന്നതോടുകൂടി ഏത് രീതിയിലേക്ക് മാറി, ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളെയും കൂടി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രത്യേകം പരിഗണന ആവശ്യമായിട്ടുള്ള കുട്ടികളെയും കൂടി എവിടെ വിട്ടിട്ട്, പൊതുവിദ്യാലയങ്ങളിൽ, അതായത് സാധാരണ വിദ്യാലയങ്ങളിലൂടെ വിദ്യാഭ്യാസം നൽകുക എന്ന് പറഞ്ഞ കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേർന്നു. അതിനെയാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുന്നത്, ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല്, ഈ പ്രത്യേകം പരിഗണന അർഹിക്കുന്ന കുട്ടികളെയും, ഇനി അതല്ലാത്ത സാധാരണ കുട്ടികൾ ഉണ്ടായിരിക്കും, മറ്റു കുട്ടികളോടൊപ്പം ഇരുത്തി അവർക്കും വിദ്യാഭ്യാസം ഒരുമിച്ച് നൽകുക എന്നുള്ള ഒരു സമ്പ്രദായത്തെയാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുന്നത്, ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾ വിദ്യാലയത്തിലേക്ക് എത്തുന്നത്,
പൊതുവിദ്യാലയങ്ങളിലേക്ക് ഭിന്നശേഷിക്കാർ എത്താൻ കാരണമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ എന്ത് ഈ ഉൾചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പ്രത്യേകം പരിഗണന അറിയിക്കുന്ന വിഭാഗത്തെ കൂടി മറ്റു കുട്ടികളോടൊപ്പം ഇരുത്തിക്കൊണ്ട് വിദ്യാഭ്യാസം നൽകുക എന്നൊരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികളും നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തിപ്പെട്ടത്. ആ കാഴ്ചപ്പാടിനെയാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുന്നത് ഉൾചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത് ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വിഭാഗക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസം. ഇതിനെ തന്നെയാണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? സങ്കലിത വിദ്യാഭ്യാസം. ഈ ഉൾചേർന്ന വിദ്യാഭ്യാസം എന്നൊക്കെ പഠിച്ചു പോവും. പക്ഷെ ചിലപ്പോ ചോദ്യം എങ്ങനെയായിരിക്കും? സങ്കലിത വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ എന്ത് ചെയ്യരുത്? ടെൻഷൻ അടിക്കരുത്. ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? ഉൾചേർന്ന വിദ്യാഭ്യാസം, സങ്കലിത വിദ്യാഭ്യാസം, സംയോജിത വിദ്യാഭ്യാസം. ഇങ്ങനെയും പറയാം, ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം. ഓക്കെ, അപ്പൊ ഇങ്ങനൊക്കെ അറിയപ്പെടുന്ന ഈ പേരിലൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? ഭിന്നശേഷിക്കാരായ കുട്ടികളെയും അല്ലെങ്കിൽ പ്രത്യേകം പരിഗണന അറിയിക്കുന്ന കുട്ടികളെയും മറ്റു കുട്ടികളോടൊപ്പം, അതായത് സാധാരണ കുട്ടികളോടൊപ്പം എവിടെ ഇരുത്തി പഠിപ്പിക്കണം? നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഒരുമിച്ച് ഇരുത്തിക്കൊണ്ട് വിദ്യാഭ്യാസം നൽകണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് ഏത് ഉൾചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളോട് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് എവിടെ നിന്നുമാണ് വിദ്യാഭ്യാസം നൽകേണ്ടത്? അപ്പൊ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, സ്പെഷ്യൽ വിദ്യാലയങ്ങൾ എന്നുണ്ടാവും. പറയുന്നത് ചോദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് എവിടെ നിന്നുമാണ് വിദ്യാഭ്യാസം നൽകേണ്ടത് എന്നിട്ടുണ്ടാവും. സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നും, പൊതുവിദ്യാലയങ്ങളിൽ നിന്നും, അതേപോലെ തന്നെ വീട്ടിൽ നിന്നും. ഇങ്ങനെ 4 ഓപ്ഷൻ തരും. അപ്പൊ ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ചോദ്യത്തിന് ഏത് ഉത്തരം കൊടുക്കേണ്ടി വരും? ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് എവിടെ വെച്ചിട്ടാണ്? പൊതുവിദ്യാലയങ്ങളിൽ വെച്ചിട്ടാണ്. ക്ലിയർ ആണോ? പൊതുവിദ്യാലയങ്ങളിൽ വെച്ചിട്ടാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. അത് ആ ഒരു കാഴ്ചപ്പാടാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിലേക്ക് എത്താൻ കാരണം, അതായത് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടാൻ കാരണം എന്ന് പറയുന്നത് ഇവരുടെ, അതായത് ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സാമൂഹീകരണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. സാമൂഹീകരണം എന്നാൽ ഈ സാമൂഹീകരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹീകരണം എന്നൊക്കെ പറയുന്നതോട് ഉദ്ദേശിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കേൾക്കേണ്ട ഒരു ടേമാണ് സാമൂഹീകരണം എന്ന് പറയുന്നത്. സാമൂഹീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല, മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ഇടപെടല്, മറ്റു കുട്ടികളുമായിട്ട് ഇടപെട്ടുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകും. ഒരു സാമൂഹികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ഇടപെടൽ, ഒരു ഗ്രൂപ്പായിട്ടും മറ്റുള്ളവരോട് സംസാരിക്കുക, അവരോട് നമ്മൾ പ്രശ്നങ്ങൾ പറയാം, അവരുടെ സഹായം നമുക്ക് കിട്ടുക, ഇതിനെല്ലാം കൂടി ചേർത്തിട്ട് പറയുന്ന ഒരു ടേമാണ് ഏത്? സാമൂഹീകരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന്റെ ഒരു ലക്ഷ്യമല്ല, ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഈ സാമൂഹീകരണമാണ്. അതെങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പൊ ഒരു കുട്ടി, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കാഴ്ച പരിമിതിയുള്ള കുട്ടി, ആ കുട്ടിയെ നമ്മൾ സ്പെഷ്യൽ വിദ്യാലയത്തിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? ആ കുട്ടിയോട് കൂടെയുള്ള സഹപഠിതാക്കളും എല്ലാവരും എന്ത് തന്നെ ആയിരിക്കും? ആ കുട്ടിയെ പോലെ തന്നെ പ്രശ്നങ്ങളുള്ളവരായിരിക്കും, അതായത് കാഴ്ച പരിമിതിയുള്ളവരായിരിക്കും. ആ സമയത്ത് ആ കുട്ടിക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ഒരു സഹായം കിട്ടുവാനൊക്കെ പ്രയാസമായിരിക്കും. ഇപ്പൊ ആ കുട്ടിക്കൊന്ന് ഒരു ടോയ്ലറ്റ് പോകേണ്ട സാഹചര്യം, ആ കുട്ടി എന്ത് ചെയ്യേണ്ടി വരും? അധ്യാപകനെ ആശ്രയിക്കേണ്ടി വരും. അല്ലാതെ തന്റെ കൂടെ ഇരിക്കുന്ന സഹപാഠിയെ ആശ്രയിക്കാൻ കഴിയോ? ഇല്ല. കാരണം എന്താണ്? ആ കുട്ടിയും തന്നെ പോലെ തന്നെ പ്രശ്നമുള്ള ഒരാളാണ്. എന്നാൽ ഈ ഒരു സാഹചര്യം പൊതുവിദ്യാലയത്തിലേക്ക് എത്തുമ്പോൾ എന്തായി? ഈ കുട്ടിക്ക് സഹായം നൽകാൻ എന്തുണ്ട്? തന്റെ സഹപാഠികളുണ്ട്, അവരുമായിട്ട് ബന്ധമുണ്ട്, അവരുടെ ഇടപെടലുകളുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് എന്ത് സംഭവിക്കും? ആ കുട്ടിയെ സംബന്ധിച്ച് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനും തന്റെ ആവശ്യങ്ങൾ പറയാനും അവരുടെ സഹായങ്ങൾ ലഭിക്കുന്നതിനും ഒക്കെ എന്തായി? അവിടെ സാധ്യതയുണ്ടായി. അതാണ് ഇവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാമൂഹീകരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഏത് കൺസെപ്റ്റിലേക്ക് ഇപ്പോൾ നമ്മൾ മാറിയത്? ഉൾചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് മാറിയത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്?
എല്ലാ വിഭാഗക്കാരെയും, അതായത് പ്രത്യേകം നമ്മൾ സഹായം കൊടുക്കേണ്ട ആളുകൾ ഉണ്ടായിരിക്കും, വൈകല്യങ്ങളുള്ള ആളുകൾ ഉണ്ടായിരിക്കും, സാധാരണ കുട്ടികൾ ഉണ്ടായിരിക്കും, നന്നായിട്ട് പഠിക്കുന്നവരുണ്ടായിരിക്കും, തീരെ പഠിക്കാത്തവരുണ്ടായിരിക്കും. ഇങ്ങനെ എല്ലാ കുട്ടികളെയും ഒരാളും വിടാതെ എല്ലാ കുട്ടികളെയും എവിടെ കൊണ്ടിരുത്തി പഠിപ്പിക്കുക? പൊതുവിദ്യാലയത്തിൽ പഠിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ആണ് യഥാർത്ഥത്തിൽ എന്ത് ഉൾചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇപ്പൊ ഈ ഉൾചേർന്ന വിദ്യാഭ്യാസത്തിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ള, നമ്മൾ പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കുട്ടികൾ എന്ത് ചെയ്തു? പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തിപ്പെടാൻ തുടങ്ങി. പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതൊരു കണക്ട് ചെയ്ത് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ഉൾചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ സ്വീകരിച്ചതിന്റെ ഫലമായി നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ആരെത്തിപ്പെട്ടോ? പ്രത്യേകം സഹായങ്ങൾ ആവശ്യമുള്ള, അധ്യാപികയുടെ പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾ എന്ത് ചെയ്തോ? പൊതുവിദ്യാലയങ്ങളിൽ എത്തിപ്പെട്ടു. ആ എത്തിപ്പെട്ടതിന്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നു? ഇനി അടുത്ത പോയിന്റ് ആണ് എന്ത്? അതിന്റെ ഫലമായിട്ട് അനുരൂപീകരണം നടത്തേണ്ടി വന്നു. ഓക്കെ, അനുരൂപീകരണം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ഈ അനുരൂപീകരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്ന് പറയും. അനുരൂപീകരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഉൾചേർന്ന വിദ്യാഭ്യാസത്തിന്റെ ഫലമായിട്ട് പ്രത്യേകം പരിഗണന അറിയിക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്തു? പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തി. അപ്പൊ അവരെയും കൂടി പരിഗണിക്കുന്ന രീതിയിൽ, അവർക്ക് പ്രത്യേക പരിഗണന വേണ്ടേ? അപ്പൊ അവർക്ക് പ്രത്യേകം പരിഗണന കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റത്തെയാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുന്നത്? അനുരൂപീകരണം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അനുരൂപീകരണത്തിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യണം? നാളത്തെ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട്, ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നിങ്ങൾ ബോർഡിൽ എഴുതുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കാഴ്ച കുറവുള്ള ഒരു കുട്ടിയുണ്ട്. കാഴ്ച കുറവുള്ള, അതായത് ഒരു അന്ധനായ കുട്ടി, അതായത് തീരെ കാഴ്ച ഇല്ലാത്തൊരു കുട്ടിയുണ്ട്. ഇപ്പൊ നിങ്ങൾ ബോർഡിൽ എഴുതിയിട്ട് ഒരു പട്ടിക നിങ്ങൾ ബോർഡിൽ എഴുതി. ഓക്കെ, പിന്നീട് നിങ്ങൾ എന്ത് സ്വാഭാവികമായിട്ടും ചെയ്യും? നിങ്ങൾ ക്ലാസ്സിൽ ഒരു കാഴ്ച വൈകല്യമുള്ള കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ബോർഡിൽ എഴുതിയതിനെ പിന്നീട് അടുത്ത ആക്ടിവിറ്റി ആയിട്ട്, അല്ലെങ്കിൽ ആ ബോർഡിൽ എഴുതിയത് ആ കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് നിങ്ങൾ അവിടെ ചെയ്യാം? എന്റെ ചോദ്യം മനസ്സിലായോ? അതായത് നിങ്ങളുടെ ക്ലാസ് റൂമിൽ എന്തുണ്ട്? ഒരു അന്ധനായ, അതായത് കാഴ്ച തീരെ ഇല്ലാത്തൊരു കുട്ടിയുണ്ട്. നിങ്ങൾ ഒരു ആശയം ബോർഡിൽ എഴുതി, ഒരു പട്ടിക. ഈ പട്ടിക ബോർഡിൽ എഴുതി. ഈ കുട്ടിക്ക് അത് കിട്ടുമോ? അത് ചോദിക്കട്ടെ. നിങ്ങൾ പട്ടിക ബോർഡിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ അന്ധനായ കുട്ടിക്ക് കിട്ടുമോ? ഇല്ല, കിട്ടില്ല. കിട്ടില്ല. ഓക്കെ, കിട്ടില്ല എന്നുള്ളത് ഉറപ്പല്ലേ? ഇനി അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുക? ആ കുട്ടി കൂടി ആ ക്ലാസ് വേണ്ട, ആ ഒരു നിങ്ങൾ എന്താണോ ബോർഡിൽ എഴുതിയത് അത് ആ കുട്ടിക്കും കൂടി കിട്ടണ്ടേ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കും. പറഞ്ഞിട്ട് ഉറക്കെ നമ്മളത് പറയും. നമ്മൾ പറയുമ്പോൾ ആ കുട്ടിക്ക് കേട്ടിട്ട്, അതായത് കാഴ്ചക്കാണ് പ്രശ്നം, ആ കുട്ടിക്ക് കേട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കേൾവിയിലൂടെ നമ്മൾ പറഞ്ഞ ആശയം എന്ത് ചെയ്യാൻ പറ്റും? സ്വായത്തമാക്കാൻ സാധിക്കും. ഇല്ലേ? അപ്പൊ അവിടെ നമ്മൾ ചെയ്തത് എന്താണ്? ആ കുട്ടിയെ പരിഗണിച്ചതാണ്, അല്ലെ? ആ കുട്ടിക്ക് വേണ്ടി പ്രത്യേകം പരിഗണന കൊടുത്തതാണ്. അത്തരത്തിൽ ഇനി പറയുന്നത് ശ്രദ്ധിക്കട്ട, ഇത്തരത്തിൽ പല പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾക്കാണ് എന്ത് പറയുന്നത്? അനുരൂപീകരണം എന്ന് പറയുന്നത്. അതായത് പ്രത്യേകം പരിഗണന അർഹിക്കുന്ന വിഭാഗം കുട്ടികളെ അവരെയും കൂടി ക്ലാസ്സിൽ, അല്ലെങ്കിൽ അവരെയും കൂടി നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾക്കാണ് എന്ത് പറയുന്നത്? അനുരൂപീകരണം എന്ന് പറയുന്നത്, അഡാപ്റ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവര് ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന്റെ ഫലമായിട്ട് വിദ്യാലയങ്ങളിൽ എത്തി. നമ്മൾ സാധാരണ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് പോലെ എടുത്താൽ മാത്രം പോരാ, അവരെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്കും കൂടി ക്ലാസ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വിദ്യാലയത്തിലൂടെ ലഭിക്കുന്ന ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ പ്രവർത്തികൾ ആ കുട്ടികൾക്കും കൂടി എന്ത് ചെയ്യണം? ലഭിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾക്കാണെന്ന് പറയുന്നത് അനുരൂപീകരണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എങ്ങനെയൊക്കെ അനുരൂപീകരണം വരുന്നത്? പാഠപുസ്തകങ്ങള്, പഠന പ്രവർത്തനങ്ങള്, വിദ്യാലയത്തിന്റെ ഭൗതിക സൗകര്യങ്ങള്, ഇത്തരത്തിലുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ പ്രത്യേകം പരിഗണന അറിയിക്കുന്ന കുട്ടികൾക്ക് അനുകൂലമായ രീതിയിലേക്ക് മാറ്റുക.
അവർക്കും കൂടി എന്ത് ചെയ്യണം, ലഭിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നതിനെയാണെന്ന് പറയുന്നത് അനുരൂപീകരണം എന്ന് പറയുന്നത്. കിട്ടിയോ? ആശയം കിട്ടിയോ? അതായത് അനുരൂപീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും കൂടി ഉൾപ്പെടുത്തലല്ല. അങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ഈ പ്രത്യേക പരിഗണന ആവശ്യം പാഠ്യപദ്ധതിയും അങ്ങനെ എല്ലാ ആശയങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവർക്കും കൂടി കിട്ടുന്ന രീതിയിൽ, അവർക്ക് അനുകൂലമായ രീതിയിലേക്ക് ടീച്ചർ പറഞ്ഞ ആ ഒരു പ്രവർത്തനം എന്താണ്? അതൊരു അനുരൂപീകരണമാണ്. അതായത് ബോർഡിൽ എഴുതിയത് കുട്ടിക്ക് കിട്ടില്ല. ആ എഴുതിയത് കിട്ടാത്തത് കൊണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അത് ഉച്ചത്തിൽ പറഞ്ഞു. അതൊരു അനുരൂപീകരണത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അതൊരു അനുരൂപീകരണത്തിന് ഉദാഹരണമാണ്. കാരണം അവർക്ക് അനുകൂലമായ രീതിയിൽ മാറിയതാണ്. അങ്ങനെ അവർക്ക് അനുകൂലമായിട്ട് മാറുന്നതാണ് യഥാർത്ഥത്തിൽ എന്ത്? അനുരൂപീകരണം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അനുരൂപീകരണം മനസ്സിലായോ? ഓക്കെ, ഇനി എവിടേക്ക് അനുരൂപീകരണം നടത്തണം? ഏതൊക്കെ മേഖലകളിലാണ്, എന്തൊക്കെ കാര്യങ്ങളിലാണ് അനുരൂപീകരണം നടത്തേണ്ടത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ എവിടേക്ക് അനുരൂപീകരണം, ഒരു അധ്യാപകർ എന്ന നിലയിൽ നിങ്ങൾക്ക് അഭിപ്രായത്തിൽ നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ചാൽ മതി. ഇത് കാണാപ്പാടം പഠിക്കണ്ട കേട്ടോ. അനുരൂപീകരണം നടത്തേണ്ട മേഖലകൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ കിട്ടും. ഇനി അഥവാ ചോദ്യം വന്നാലും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് അത് ചിന്തിച്ചാൽ കിട്ടും. എവിടേക്ക് അനുരൂപീകരണം നടത്തണം? വിദ്യാലയവുമായി ബന്ധപ്പെട്ട്, അതായത് അവർക്ക് വേണ്ടി ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്തണം? അതാണ് ഈ അനുരൂപീകരണം എവിടേക്ക് നടത്തണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ? നമ്മുടെ പാഠ്യപദ്ധതി എന്തായിരിക്കണം? അനുരൂപീകരണമായിരിക്കണം. അപ്പൊ അനുരൂപീകരണ പാഠ്യപദ്ധതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അതായത് ഭിന്നശേഷിക്കാരായിട്ടല്ല, അല്ലെങ്കിൽ പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പാഠ്യപദ്ധതി. അതാണ് അനുരൂപീകരണ പാഠ്യപദ്ധതി എന്ന് പറഞ്ഞാല്. ഇപ്പൊ പാഠ്യപദ്ധതിയിൽ അനുരൂപീകരണം നടത്തണം. പിന്നെ എവിടെയൊക്കെ അനുരൂപീകരണം നടത്തണം? പഠനോപകരണങ്ങൾ വേണം അല്ലെ? പഠനോപകരണങ്ങൾ നമ്മുടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ നമ്മൾ ക്ലാസ് ഉണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായ രീതിയിലായിരിക്കണം നമ്മുടെ പഠനോപകരണം എന്ന് പറയുന്നത്. ഇപ്പൊ പഠനോപകരണം എന്ന് പറയുന്നത് എന്തായിരിക്കണം? അനുരൂപീകരണമായിരിക്കണം. അപ്പൊ ചിലപ്പോൾ ഓരോന്ന് എടുത്തു ചോദിക്കും, എന്താണ് അനുരൂപീകരണ പഠനോപകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓരോന്നിനു മുമ്പിലും അനുരൂപീകരണം കൊടുക്കാം. അങ്ങനെ ഓരോന്നിനു മുമ്പിലും അനുരൂപീകരണം കൊടുത്തത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭിന്നശേഷിക്കാർക്കും കൂടി അനുകൂലമാക്കി മാറ്റി. ആ ഒരു കൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. എന്താണ് അനുരൂപീകരണ പഠനോപകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭിന്നശേഷിക്കാർക്കും കൂടി അനുയോജ്യമായ രീതിയിൽ നമ്മുടെ പഠനോപകരണത്തിൽ വരുത്തുന്ന മാറ്റം. അതാണ് അനുരൂപീകരണ പഠനോപകരണം എന്ന് പറയുന്നത്. പിന്നെ എവിടെയൊക്കെ മാറ്റം വരുത്തേണ്ടി വരും? നമ്മുടെ പാഠ്യപദ്ധതിയിൽ മാറ്റം വരുത്തണം, പഠനോപകരണത്തിൽ മാറ്റം വരുത്തണം. ഇങ്ങനെ എല്ലാ മേഖലയിലും ഒന്നും ഒഴിവാക്കാൻ പറ്റൂല. എല്ലാ മേഖലകളിലും എന്താണ്? അനുരൂപീകരണം നടത്തണം. അപ്പൊ എന്തൊക്കെയുണ്ടാവും? പഠന പ്രക്രിയകൾ ഉണ്ടാവും. നമ്മുടെ പ്രവർത്തനങ്ങള്, അതായത് ക്ലാസ് റൂമിൽ നടത്തുന്ന പ്രവർത്തനങ്ങള്. ഈ പ്രവർത്തനങ്ങൾ പൊതുവെ നമ്മൾ എങ്ങനെയാണ്? നമ്മുടെ ദൈനംദിന ആസൂത്രണത്തിലാണ് നമ്മൾ പ്രവർത്തനങ്ങൾ വരാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ടീച്ചിങ് മാനുവൽ എന്ന് പറയും അല്ലെ? അപ്പൊ ഈ ടീച്ചിങ് മാനുവൽ എങ്ങനെ ആയിരിക്കണം? ടീച്ചിങ് മാനുവൽ എന്ന് പറയാൻ കാരണം എന്താണ്? അതായത് പ്രവർത്തനം തന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ പ്രവർത്തനം നമ്മൾ എവിടെയാണ് ഉൾപ്പെടുത്തുന്നത്? ടീച്ചിങ് മാനുവലിലാണ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ ടീച്ചിങ് മാനുവൽ എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണം? ഒരു അധ്യാപികയെ സംബന്ധിച്ച് എങ്ങനത്തെ ടീച്ചിങ് മാനുവൽ ആയിരിക്കണം? അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ ആയിരിക്കണം. ഒരു അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ ആയിരിക്കണം എന്ത്? ഒരു അധ്യാപികയുടേത്. പ്രതീക്ഷിക്കാം, എന്താണ് അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ? ഇപ്പൊ ഏതിന്റെ മുമ്പിലും അനുരൂപീകരണം ചേർത്താലും എന്താണ്? ഭിന്നശേഷിക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ ഭിന്നശേഷി എന്നായിരിക്കില്ല ചിലപ്പോൾ പറയാ, പ്രത്യേകം പരിഗണന. രണ്ടും ഒരേ അർത്ഥത്തിലാണ്, ചെറിയൊരു മാറ്റമുണ്ട്. അത് അടുത്ത പോയിന്റിൽ മനസ്സിലാവും. ഓക്കെ, ഒന്നുകൂടി പറയാം. പ്രത്യേകം പരിഗണന അറിയിക്കുന്ന വിഭാഗക്കാർക്കും കൂടി അനുകൂലമായ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ മാറ്റം വരുത്തുന്നു. അപ്പൊ അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ടീച്ചിങ് മാനുവലിൽ വരുത്തിയ മാറ്റം. അവർക്കും കൂടി പ്രത്യേകം പരിഗണന അറിയിക്കുന്നവർക്കും കൂടി അനുകൂലമായ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു? മാറ്റം വരുത്തുന്നതാണ് അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ എന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ഭൗതിക സൗകര്യം, വിദ്യാലയത്തിന്റെ ഭൗതിക സൗകര്യം എങ്ങനെ ആയിരിക്കണം? നമ്മൾ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ
കേരള പാഠ്യ പദ്ധതി ചട്ടക്കൂട് ഒരു നിർദ്ദേശമാണ് എന്ത്, നമ്മുടെ വിദ്യാലയത്തിന്റെ ഭൗതിക സൗകര്യവും കൂടി ആർക്ക് അനുകൂലമായിരിക്കണം, വിദേശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലായിരിക്കണം. അതായത് റാമ്പുകൾ വേണം, അതായത് വൈകല്യമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ റാമ്പുകള്, അതേപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കുള്ളായിട്ടുള്ള കുട്ടികൾക്കുള്ള ടോയ്ലറ്റുകൾ വേണം. അഡാപ്റ്റഡ് ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും. അതായത് അവർക്ക് ഭിന്നശേഷിക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഭൗതിക സൗകര്യം എങ്ങനെ ആയിരിക്കണം, അനുരൂപീകരണം, അതായത് ഭിന്നശേഷിക്കാർക്ക് അനുകൂലമായ രീതിയിലായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ മൂല്യനിർണ്ണയം നടത്തുമ്പോൾ പ്രവർത്തനങ്ങളിലും ഈ മൂല്യനിർണ്ണയം നടത്തുമ്പോൾ ആരെ പരിഗണിക്കണം, ഭിന്നശേഷിക്കാരെ പരിഗണിക്കണം. ഇങ്ങനെ ഓരോന്നിലും ഇനി പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള എല്ലാ മേഖലകളിലും എന്ത് ചെയ്യണം, ഇതായിരിക്കണം. നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണം, അതായത് ഈ ഇത്തരത്തിലുള്ള കുട്ടികൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം എന്നുള്ളതാണ് നമ്മുടെ അനുരൂപീകരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതുവരെ പറഞ്ഞത് കാര്യങ്ങളിൽ സംശയമുണ്ടോ? അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രത്യേകം പരിഗണന അറിയിക്കുന്ന വിഭാഗം കുട്ടികളെ കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞത് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാഴ്ചപ്പാടാണ്. ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് പ്രത്യേകം പരിഗണന അറിയിക്കുന്ന കുട്ടികളെയും മറ്റു കുട്ടികളോട് കൂടെ ഇരുത്തിക്കൊണ്ട് പൊതുവിദ്യാലയങ്ങളിൽ ചേർത്തുകൊണ്ട് അവർക്കും വിദ്യാഭ്യാസം നൽകുന്ന സമ്പ്രദായത്തെയാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അങ്ങനെ ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന്റെ ഫലമായിട്ട് പൊതുവിദ്യാലയങ്ങളിൽ പ്രത്യേകം പരിഗണന അറിയിക്കുന്ന ആവശ്യമുള്ള കുട്ടികളിലും എത്തിപ്പെട്ടു. അങ്ങനെ എത്തിപ്പെട്ട സാഹചര്യത്തിൽ നമ്മുടെ എല്ലാ മേഖലകളിലും അവർക്ക് അനുകൂലമായ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാക്കേണ്ടി വന്നു. അങ്ങനെ ആ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതിനെയാണ് എന്ത് പറയുന്നത്, പ്രത്യേകം പരിഗണന അറിയിക്കുന്ന കുട്ടികൾക്കും അനുകൂലമായ രീതിയിലുള്ള മാറ്റത്തിന് വിധേയമാക്കുന്നതാണ് യഥാർത്ഥത്തിൽ എന്ത്, അനുരൂപീകരണം എന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമുക്ക് എന്താണ് ഈ പ്രത്യേകം പരിഗണന അറിയിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത്. അതായത് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ സ്വീകരിച്ചതിന് ഫലമായിട്ട് എന്ത് ചെയ്തു, പൊതുവിദ്യാലയങ്ങളിലും പ്രത്യേകം പരിഗണന അറിയിക്കുന്ന കുട്ടികൾ എത്തിപ്പെട്ടു. ഇനി ഒരു പൊതുവിദ്യാലയത്തിലെ പ്രത്യേകം പരിഗണന, അതായത് പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തുമ്പോൾ, അതായത് നാളെ നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് ആരാണ് ഈ പ്രത്യേകം പരിഗണന അറിയിക്കുന്ന വിഭാഗം ആളുകൾ എന്ന് അറിഞ്ഞിരിക്കണം. ആരാണ്? ഭിന്നശേഷിയുള്ള കുട്ടികൾ. എങ്ങനെ? ഭിന്നശേഷിയുള്ള കുട്ടികൾ. ശരിയാണ്, ഭിന്നശേഷിയുള്ള കുട്ടികളാണ് എന്ത്, നമ്മൾ പ്രത്യേക പരിഗണന കൊടുക്കേണ്ട കുട്ടികൾ എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ, ഭിന്നശേഷിക്കാരായ കുട്ടികൾ മാത്രമാണോ പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികള്? ഇനിയായിട്ട് നമ്മൾ ടോപ്പിക്കിലേക്ക് എടുക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ പ്രത്യേക പരിഗണന വരുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ഈ പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികൾ ഉണ്ടായത് എന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ആരാണ് ഈ പ്രത്യേകം പരിഗണന അറിയിക്കുന്നവർ എന്നുള്ളതാണ്. അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, നിയമങ്ങളും അതിനെക്കുറിച്ചുള്ള അവരൊക്കെ എങ്ങനെ പ്രത്യേകം പരിഗണന കൊടുക്കണം, ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആരാണ് ഈ പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾ? ആരാണ്? ഭിന്നശേഷിക്കാർ. ശരിയാണ്, അവർ മാത്രമാണ്. ആര്? ആ ഡിസബിലിറ്റിയുള്ള കുട്ടികൾ. ഈ പഠനത്തിൽ എന്ത് ചെയ്യുന്നത്, മക്കളെ പരിഗണിക്കണം, പഠന വൈകല്യമുള്ളവരെ പരിഗണിക്കണം. ശരിയാണ്, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്. മാത്രമാണോ സാമ്പത്തികപരമായിട്ടും പിന്നോക്കം നിൽക്കുന്നവരൊക്കെ ഇല്ലേ? സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരുണ്ടാവും. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവര്, ഇവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം പരിഗണന അറിയിക്കണം. പിന്നെ ഇത് മാത്രമല്ല പ്രത്യേകം പരിഗണന കൊടുക്കേണ്ടത്. ഇപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഒരു ഭിന്നശേഷിക്കാർ മാത്രമല്ല പ്രത്യേകം പരിഗണന അറിയിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത്. നമ്മളോട് ചോദിക്കും, താഴെ പറയുന്നതിൽ ഏത് വിഭാഗക്കാരാണ്
അല്ലെങ്കിൽ താഴെ പറയുന്ന വിഭാഗത്തിൽ പ്രത്യേകം പരിഗണന അർഹിക്കാത്ത വിഭാഗം ഏത്? ഓക്കെ, പ്രത്യേകം പരിഗണന അർഹിക്കാത്ത വിഭാഗം ഏത് എന്ന രീതിയിൽ ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ പ്രത്യേക പരിഗണന വെറും ഭിന്നശേഷിക്കാർക്ക് മാത്രമല്ല കൊടുക്കേണ്ടത്. പല വിഭാഗം ആളുകൾക്ക് വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് എങ്ങനെ അന്യഭാഷക്കാരുള്ള കേരളത്തിന് പുറത്തുള്ളവർ അന്യഭാഷക്കാർക്ക് കൊടുക്കണം. പരമായിട്ട് വെല്ലുവിളികൾ ഏർപ്പെടുന്നവരെ. ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങൾ, അതായത് വെല്ലുവിളി എന്നല്ലേ ഈ ഭിന്നശേഷി എന്ന് പറയുന്നത്. ഓരോന്നെടുത്ത് പറയല്ലേ. നിങ്ങൾ ആരും ഒരു ഉത്തരം പറഞ്ഞില്ല. നമ്മൾ കൊടുക്കേണ്ട ഞാൻ ഇപ്പൊ മനസ്സിലാക്കിക്കോളൂ. ഇത് ഉത്തരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിഭാഗമുണ്ട്, പ്രതിഭാധനരായ കുട്ടികൾ. ഓക്കെ, പ്രതിഭാധനരായ കുട്ടികൾ, അത് മറക്കരുത്. നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ എന്തുണ്ട്? ഒരു പ്രതിഭയുണ്ട്, ഒരു ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഉണ്ട്. അവനെയും പ്രത്യേകം പരിഗണിക്കണം. അതായത് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ എന്തുണ്ട്? ഒരു കഴിവുള്ള, ഒരു അസാമാന്യമായ അല്ലെങ്കിൽ ഒരു സർഗപരമായ കഴിവുള്ള ഒരു കുട്ടിയുണ്ട്. ഒരു പ്രതിഭാധനായ കുട്ടിക്ക് ഉദാഹരണമാണ് എന്ത്? ഒരു സർഗശേഷി പ്രകടിപ്പിക്കുന്ന കുട്ടി. ഓക്കെ, അപ്പൊ ഈ സർഗശേഷി പ്രകടിപ്പിക്കുന്ന കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം പരിഗണിക്കണം. അവനിക്ക് അവന്റെ ആ ഒരു സർഗശേഷി വികസിപ്പിക്കുവാനും അവർക്ക് അത് അവതരിപ്പിക്കുവാനുള്ള അവസരങ്ങൾ നമ്മൾ എന്ത് കൊടുക്കും. ഇത് നമുക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്, ഇല്ലേ? കൊടുക്കത്തില്ലേ? അപ്പൊ ആ കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രത്യേകം പരിഗണനയാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. അപ്പൊ ആദ്യം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വരുത്തേണ്ട മാറ്റം എന്ന് പറയുന്നത്, പ്രത്യേകം പരിഗണന അർഹിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് എത്ര വിഭാഗം ഉണ്ടെന്ന് അറിയോ? 3 വിഭാഗമാണ്. ഇനി പറയുന്നത് ശ്രദ്ധിക്കട്ടെ, ഇവിടുന്നൊക്കെ നല്ല ചോദ്യങ്ങൾ വരും. CWSN എന്ന് പറയുന്നത് എന്താ? CWSN, ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? 3 വിഭാഗക്കാരാണ്. പ്രത്യേകം നാളെ ഒരു അധ്യാപിക, അല്ലെങ്കിൽ നിങ്ങൾ നാളെ അധ്യാപകരായി മാറുമ്പോൾ 3 വിഭാഗം ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രത്യേകം പരിഗണന നൽകണം. ഏതൊക്കെയാണ് ആ 3 വിഭാഗം എന്ന് നോക്കാം. ഒന്നാമത്തെ വിഭാഗമാണ് സാമൂഹിക സാംസ്കാരിക പിന്നോക്കാവസ്ഥയിലുള്ളവർ. ഓക്കെ, എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള നമുക്ക് പറയാം. സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും പിന്നോക്കാവസ്ഥയിലുള്ളവർ എന്താണ്? പ്രത്യേകം പരിഗണിക്കാൻ അർഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ വിഭാഗം ഭിന്നശേഷിക്കാരായ കുട്ടികളെ, അവരെയും നമ്മൾ പ്രത്യേകം പരിഗണിക്കണം. അത് പിന്നെ എല്ലാവർക്കും അറിയാം, സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. മൂന്നാമതും ഒരു വിഭാഗമുണ്ട്, പ്രതിഭാധനരായ കുട്ടികൾ. ഈ പ്രതിഭാധനരായ കുട്ടികളെയും നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം പരിഗണന അറിയിക്കണം. ആരൊക്കെയാണ് അതിൽ പെടാന്നൊക്കെ നമുക്ക് ഓരോന്നിലും, അതായത് സാമൂഹിക സാംസ്കാരിക പിന്നോക്കാവസ്ഥയിലുള്ളവർ ആരാണ്, ഭിന്നശേഷിക്കാരാരാണ്, അതേപോലെ തന്നെ പ്രതിഭാധനരായ കുട്ടികൾ ആരാണ് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ ആദ്യം പഠിക്കേണ്ടത് പ്രത്യേകം പരിഗണന അർഹിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് ആരാണ്? 3 വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ്. ആ 3 വിഭാഗം എന്ന് പറയുന്നത്, ഒന്നാമത്തെ വിഭാഗം ഏതാണ്? സാമൂഹിക സാംസ്കാരിക പിന്നോക്കാവസ്ഥയിലുള്ളവർ. ക്ലിയർ? സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന വിഭാഗം കുട്ടികളാണ് ഒന്ന്. രണ്ടാമത്തെ വിഭാഗം ഭിന്നശേഷിക്കാരായ കുട്ടികളാണ്. മൂന്നാമത്തെ വിഭാഗം പ്രതിഭാധനരായ കുട്ടികളാണ്. ക്ലിയർ ആണല്ലോ? ഈ 3 പേരിൽ അല്ലാത്ത കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്യണ്ട? പ്രത്യേകം പരിഗണന കൊടുക്കണ്ട. അപ്പൊ ഈ 3 പേരും എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഈ 3 ആളെയും മറക്കരുത് കേട്ടോ. ഓരോന്നായിട്ട് പഠിക്കണം. ആരാണ് സാമൂഹിക സാംസ്കാരിക പിന്നോക്കാവസ്ഥയിലുള്ളവര്, അതേപോലെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ആരൊക്കെയാണ്? കൃത്യമായിട്ട് എണ്ണി പറയുന്നുണ്ട്. ഇവരാണ് ഭിന്നശേഷിക്കാർ. 21 വിഭാഗം ആളുകളെയാണ് നമ്മൾ ഭിന്നശേഷിക്കാരായിട്ട് കണക്കാക്കേണ്ടത്. പിന്നെ ആരാണ് പ്രതിഭാധനരായ കുട്ടികൾ? ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രത്യേകം പരിഗണന അറിയിക്കുന്നതിൽ ഒരു വിഭാഗമായിട്ടുള്ള സാമൂഹിക സാംസ്കാരിക പിന്നോക്കാവസ്ഥയിലുള്ളവരെ കുറിച്ചാണ്. ഓക്കെ, സാമൂഹിക സാംസ്കാരിക, ഇത് നിങ്ങൾ ഈ ഹെഡിങ് ആണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് കേട്ടാ. സാമൂഹിക സാംസ്കാരിക പിന്നോക്കാവസ്ഥയിലുള്ളവർ. ഇതിന് താഴെയുള്ളത് കാര്യമായിട്ട് നോക്കണ്ട. അത് ആരാ എന്നുള്ളതൊന്ന് പറയണം, അത്രേ ഉള്ളൂ. എന്തുകൊണ്ട് അവർക്ക് പ്രത്യേകം പരിഗണന നൽകേണ്ടി വരുന്നു, ആരാണ് ഇവര് എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ഇതിൽ നിന്നും ചോദ്യം വരില്ല. ഈ ഇതാണ് ചോദിക്കുക. പ്രത്യേക പരിഗണന അറിയിക്കുന്നതിൽ ആരുണ്ടാവും? സാമൂഹികവും സാംസ്കാരികവുമായിട്ട് പിന്നോക്കാവസ്ഥയിലുള്ളവരുണ്ടാവും. ഓക്കെ, ആരൊക്കെയാണ് അതിൽ പെടുന്നത്? ആരൊക്കെ പെടും?
ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് സമൂഹത്തിൽ അവഗണന അനുഭവിക്കുന്നവരുണ്ടാവും. പല രീതിയിൽ പല കാരണങ്ങൾ കൊണ്ട്, ജാതിപരമായിട്ടായിരിക്കാം, ഇപ്പൊ നിലവിലില്ലെങ്കിലും ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, സമൂഹത്തിൽ അവഗണന അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവരെ ഒരു അധ്യാപകർ ചേർത്ത് നിർത്തണം, അവർക്ക് പ്രത്യേകം എന്ത് ചെയ്യണം, പരിഗണന കൊടുക്കണം. അവർക്ക് പ്രത്യേകം പരിഗണന കൊടുക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, വാരിക്കോരി അവർക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക, അവരോട് കൂടുതൽ സ്നേഹം കാണിക്കുക എന്നല്ല. അവർക്ക് എന്താണോ പ്രത്യേകമായിട്ട് നിങ്ങൾ നൽകേണ്ടതായിട്ട്, അത് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചാണ്. ഒരു വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ അവിടെയും അവർക്ക് അവഗണന കിട്ടുന്ന സാഹചര്യമാണെങ്കിൽ അത് മാറ്റിയിട്ട് അവർക്ക് പൂർണ്ണമായിട്ടും മറ്റുള്ളവരുമായിട്ടുള്ള നല്ലൊരു ബന്ധം സ്ഥാപിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഒരു അധ്യാപിക സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവിടെ നിങ്ങൾ കൊടുക്കേണ്ട പ്രത്യേകം പരിഗണന. ക്ലിയർ ആണല്ലോ? അപ്പൊ സ്വാഭാവികമായിട്ടും ആരെ പരിഗണിക്കണം, സാമൂഹിക സാംസ്കാരിക പിന്നോക്കാവസ്ഥയിലുള്ളവരെ പരിഗണിക്കണം. അപ്പൊ അതിൽപ്പെട്ട ഒരാളാണ് ആര്, സമൂഹത്തിൽ അവഗണന അനുഭവിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. ക്ലിയർ? പിന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടി വരും. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളെ എന്തെങ്കിലും സാഹചര്യത്തില്, ഇപ്പൊ നമ്മളുടെ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് വലിയ എന്തെങ്കിലും ആക്ടിവിറ്റികൾ വരുമ്പോൾ ചിലപ്പോൾ പിരിവ് പാടില്ല എന്നാണ്, അല്ലെങ്കിൽ പിരിവല്ല, ഇപ്പൊ യൂണിഫോം അല്ലെങ്കിൽ ബുക്ക്, ഈ ബുക്കൊക്കെ വാങ്ങുന്നത് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരുണ്ടായിരിക്കും. അവിടെ അധ്യാപിക പ്രത്യേകം പരിഗണന കൊടുക്കേണ്ടി വരും. അവർക്ക് ബുക്ക് വാങ്ങി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ കൊടുക്കും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഇതിപ്പോ നാളെ ആണെങ്കിൽ നിങ്ങൾ പോയാലും നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യും. അപ്പൊ അതൊരു പ്രത്യേകം പരിഗണന ആണ് എന്ന് മനസ്സിലാക്കുക. ഇല്ലേ? നിങ്ങൾ ചെയ്യില്ലേ? തീർച്ചയായിട്ടും ചെയ്യും. അപ്പൊ അതെന്താണ്, ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ പ്രത്യേകം പരിഗണിക്കുന്ന ഒരു പോയിന്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഇപ്പൊ സമൂഹത്തിൽ അവഗണന അനുഭവിക്കുന്നവരും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാറ്റി നിർത്തപ്പെട്ട വിഭാഗം ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അതായത് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു സാമൂഹികപരമായിട്ടുള്ള ഒരു, അതായത് പൊതു ജീവിതത്തിലേക്ക് എത്താൻ കഴിയാത്ത, അതായത് നമ്മളെപ്പോലെ സാധാരണക്കാരെ പോലെ ജീവിക്കാൻ കഴിയാതെ ഒരു മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആദിവാസി മേഖലകളിൽ നിന്നുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം. അവരെ സംബന്ധിച്ച് ഒരു പൊതുവിദ്യാലയത്തിലേക്ക് വരുമ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. അവിടുത്തെ അന്തരീക്ഷവും മറ്റുള്ള കുട്ടികളുമായിട്ട് ഇടപഴകലും ഇതൊക്കെ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അവിടെ നമ്മൾ അവരെ എന്ത് ചെയ്യേണ്ടി വരും, പ്രത്യേകം പരിഗണന കൊടുക്കേണ്ടി വരും. അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരു പ്രത്യേകം മറ്റുള്ളവരോട് കൂടെ ഇടപഴകുവാനും അല്ലെങ്കിൽ ടീച്ചറോട് കൂടെ ഒക്കെ ഒന്ന് ഇടപഴകാനുള്ള ഒരു അവസരങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ അവിടെ ചെയ്യും. അപ്പൊ അവരും എന്ത് തന്നെയാണ്, ഈ പ്രത്യേക പരിഗണന അറിയിക്കുന്നതിൽ പെട്ടു. ഇതൊക്കെ ഈ ഹെഡിങ്ങിന്റെ കീഴിൽ വരുന്ന കേട്ടാ, ഇതിൽ ഉൾപ്പെട്ട ആളുകളാണ്. സാമൂഹിക സാംസ്കാരിക പിന്നോക്കാവസ്ഥയിലുള്ളവർ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെട്ട ആളുകളാണ് ആര്, സമൂഹത്തിൽ അവഗണന അനുഭവിക്കുന്നവർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാംസ്കാരികമായിട്ട് ഇതേപോലെ തന്നെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പിന്നോക്കം നിന്ന് പോയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് സാംസ്കാരികമായിട്ട് പിന്നോക്കം നിന്ന് പോയ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരെയും നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം പരിഗണന നൽകേണ്ടി വരും. ഇപ്പൊ സാംസ്കാരികമായിട്ട് പിന്നോക്കം നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ വിദ്യാലയത്തിലുള്ള ചില നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പാലിക്കപ്പെടുന്നതിൽ അവർക്ക് പ്രയാസമുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. കാരണം അവരുടെ അന്തരീക്ഷം ആ രീതിയിലായിട്ടായിരിക്കാം വന്നിട്ടുണ്ടാവാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ആരും പറഞ്ഞു, അന്യഭാഷ കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അവരൊക്കെ ഇതിൽ പെടാം. അതായത് അവരെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു നമ്മുടെ കൾച്ചറുമായിട്ട്, നമ്മുടെ ചിട്ടവട്ടങ്ങളുമായിട്ട് ഇടപഴകുന്നതിൽ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാം. ഉണ്ട് എന്നല്ല, ഉണ്ടാവാം. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രത്യേകം പരിഗണന കൊടുക്കേണ്ടി വരും. അവരൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ക്ലാസ്സിലെ മറ്റു കുട്ടികൾ അവരെന്ത് ചെയ്യും, അവരെ മാറ്റി നിർത്തപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ആ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിങ്ങളുടെ ഒരു അധ്യാപകർ എന്ന നിലയിൽ എന്ത് ചെയ്യും, നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഇടപെടലുകൾ നടത്തും. അപ്പൊ ആ ഇടപെടലും എന്ത് തന്നെയാണ്, പ്രത്യേക പരിഗണന കൊടുക്കുന്നതാണ്. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് പ്രത്യേകം പരിഗണന അറിയിക്കുന്ന വിഭാഗത്തെ കുറിച്ചാണ്. അപ്പൊ പ്രത്യേക പരിഗണന അറിയിക്കുന്നതിൽ ഒന്നാമതായിട്ട് പഠിച്ച വിഭാഗമാണ് ഏത്, സാമൂഹിക സാംസ്കാരിക പിന്നോക്കാവസ്ഥയിലുള്ളവർ. അതിൽ പെടുന്ന ആളുകളാണ് ആര്, സമൂഹത്തിൽ അവഗണന അനുഭവിക്കുന്നവര്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവര്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, സാംസ്കാരികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ. ഇതൊന്നും കാണാപ്പാടം പഠിച്ചു വെക്കണ്ട, ഇത് മാത്രം പഠിച്ചാൽ മതി. ഇതിൽ ഇവരൊക്കെ പെട്ടു എന്നുള്ളത് എന്ത് ചെയ്താൽ മതി, പൊതുവായിട്ടൊന്ന് അറിഞ്ഞാൽ മതി. ഇവര് ഈ പറഞ്ഞ ആളുകളൊക്കെ ഇതിലാണ് പെടുന്നത്. അന്യഭാഷ കുട്ടികള്, അതേപോലത്തെ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവര്,
ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു വിഭാഗത്തെയാണ് ഒരുമിച്ച് പറയുന്ന ഒരു പേരാണ് ഏത്? സാമൂഹിക സാംസ്കാരിക പിന്നോക്കാവസ്ഥയിലുള്ളവർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ ഒന്നാമത്തെ ടീമിനെ നമ്മൾ പറഞ്ഞു ഇത്ര മതി. നമ്മൾ ഭിന്നശേഷിക്കാരാണ് കൂടുതൽ വരുന്നത്. അവരെ കുറെ ആളുകളുണ്ട്. അവർക്ക് എങ്ങനെയൊക്കെയാണ് പ്രത്യേകം പരിഗണന കൊടുക്കുന്നതൊക്കെ ചോദിക്കാറുണ്ട്. ഒരു അന്ധരായ കുട്ടി ക്ലാസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ നായ പറയുന്നതിൽ ഏത് പ്രവൃത്തിയായിരിക്കും നിങ്ങൾ കൂടുതൽ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അന്ധരായ കുട്ടികളെ പ്രത്യേകം പരിഗണിക്കാത്ത കാര്യം ഏത്, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏതിലാണ് വരുന്നത്? ഭിന്നശേഷിക്കാരായ കുട്ടികളുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. ഓക്കെ, സാമൂഹിക സാംസ്കാരികം ഇത്രയും മനസ്സിലാക്കി വെക്കാം. ഇനി പ്രത്യേക പരിഗണന അറിയിക്കുന്നതിൽ അടുത്ത വിഭാഗം ഏതാണ്? പ്രത്യേകം പരിഗണന അറിയിക്കുന്ന വിഭാഗത്തിൽ രണ്ടാമത്തെ വിഭാഗമായിട്ട് ഏതാ പറഞ്ഞത്? ഭിന്നശേഷിക്കാരായ കുട്ടികൾ. ഇപ്പൊ മനസ്സിലായല്ലോ, ഭിന്നശേഷിക്കാർ മാത്രമാണോ? ഇപ്പൊ നിങ്ങൾക്കൊരു കൺസെപ്റ്റ് ആയില്ലേ? അതായത് ഈ പറഞ്ഞതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വരണം, ഇവരെയൊക്കെ പ്രത്യേകം പരിഗണിക്കണല്ലോ. അപ്പൊ ഓടി ചെന്നിട്ട് എന്ത് ചെയ്യരുത്? CWSN എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ CWSN നമ്മുടെ മനസ്സിലേക്കേ വരുന്നത് എന്താണ്? പ്രത്യേകം പരിഗണന അറിയിക്കുന്ന വിഭാഗം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് ആരേ ഉള്ളൂ? ഭിന്നശേഷിക്കാര്, വൈകല്യമുള്ളവർ. ഈ ഒരു കൺസെപ്റ്റേ ഉള്ളൂ. അപ്പോൾ മനസ്സിലാക്കേണ്ട, പ്രത്യേകം പരിഗണന എന്ന് പറയുമ്പോൾ ആരുമല്ല? ഭിന്നശേഷിക്കാരല്ല. ഭിന്നശേഷിക്കാർ മാത്രമല്ല, ഭിന്നശേഷിക്കാരും ഉണ്ട്, അതല്ലാതെ മറ്റു രണ്ട് വിഭാഗക്കാരും കൂടി ഉണ്ട്. ഒന്ന് സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും പിന്നോക്കം നിൽക്കുന്നവര്. പിന്നെ ആരുണ്ട്? ഒരിക്കലും ചിന്തിക്കാത്ത ഒരു ടീമുണ്ട്. ആരാണ്? പിന്നെ മൂന്നാമത് ആരാണത്? പ്രതിഭാധരായ കുട്ടികൾ. ഇത് പഠിച്ചു കേട്ടോ, പ്രതിഭാധനരായ കുട്ടികൾ. അങ്ങനെ 3 വിഭാഗം ആളുകളുണ്ട്. ക്ലിയർ? അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് ഭിന്നശേഷിക്കാരാണ്. ഓക്കെ, ഭിന്നശേഷിക്കാരായ കുട്ടികളെ കുറിച്ചാണ് പറയാനുള്ളത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾ പറയുമ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരാണ് ഭിന്നശേഷിക്കാർ. ഓക്കെ, ഇനി നന്നായിട്ട് മനസ്സിലാക്കട്ടോ. ഭിന്നശേഷിക്കാരായ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ ഭിന്നശേഷിക്കാരെ കുറിച്ച്. പിന്നെ ഇത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വരും. ചെറിയ ടോപ്പിക് ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, അതിൽ നിന്ന് ചോദ്യം വരണം എന്നില്ല. മനസ്സിലായോ? എന്നാൽ നല്ലൊരു ടോപ്പിക്കും അത് അത്യാവശ്യം ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു വിഷയമാണെങ്കിൽ അല്ലെങ്കിൽ ടോപ്പിക് ആണെങ്കിൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ഈ ഭിന്നശേഷിക്കാരെ കുറിച്ചും അതേപോലെ ഈ പറഞ്ഞ ടോപ്പിക് എന്ന് ചോദിക്കാതെ ഒരിക്കലും ഒരു PSC പരീക്ഷ എന്ത് ചെയ്യില്ല, ഒരു അധ്യാപക PSC പരീക്ഷ നടത്തില്ല. കാരണം കൃത്യമായിട്ട് അധ്യാപകർ അറിഞ്ഞിരിക്കേണ്ട ഒരു ആശയങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഓരോ പോയിന്റുകളും കൃത്യമായിട്ട് ആവശ്യമുള്ളതൊക്കെ എന്ത് ചെയ്യാം? പഠിച്ചു പോവാം. ഓക്കെ, ഏതായാലും നമുക്ക് രണ്ടാമത്തെ വിഭാഗം ആളുകളിലേക്ക് കടക്കാം. അടുത്തതാണ് പ്രത്യേക പരിഗണന അറിയിക്കുന്ന വിഭാഗമാണ് ആര്? ഭിന്നശേഷിക്കാരായ കുട്ടികൾ. ഓക്കെ, ഭിന്നശേഷിക്കാരായ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികൾ എന്ന് പറയുമ്പോൾ പ്രത്യേകം നമ്മൾ പഠിക്കേണ്ട ഒരു സംഭവമാണ് ഇത് PWD ആക്ട് എന്ന് പറയുന്നത്. PWD ആക്ട് എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം പഠിച്ചു വെക്കണം. പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് ആക്ട്. എന്താണ് PWD ആക്ട് എന്ന് പറഞ്ഞാല്? പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ആക്ട് എന്ന് പറയും. ഓക്കെ അല്ലേ? PWD ആക്ട് 1995. ഓക്കെ, ഈ വർഷം പഠിച്ചു വെക്കണം. PWD ആക്ട് എന്നാണ് എന്ന് ചോദിച്ചാൽ എന്താണ്? 1995 ആണ്. ഇത് നടപ്പിലാക്കുമ്പോൾ, അതായത് നിലവിൽ വരുന്നത് 95 ആണെങ്കിലും അത് നടപ്പിലാക്കി വരുമ്പോഴേക്കും ഒരു വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 96 ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പഠിക്കേണ്ടത്, ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതേ വരുള്ളൂ? 1995 വരുള്ളൂ. ഓക്കെ, ഇനി അതിലൊരു കൺഫ്യൂഷൻ വേണ്ട. 1995 ഏത് നിയമം വരുന്നത്? PWD ആക്ട്, പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ആക്ട് എന്ന് പറയുന്ന നിയമം വരുന്നത്. PWD എന്ന് പറയുമ്പോൾ ഏതാണ്? പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ആക്ട് എന്നാണ്. മനസ്സിലാക്കി വെക്കാം. ഈ നിയമം ആർക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണ്? ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട നിയമമാണ്. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ? ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് ഏത്? PWD ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ നിയമം പറയുന്നുണ്ട്, കൃത്യമായിട്ട് എണ്ണി പറയുന്നുണ്ട് ആരാണ് ഭിന്നശേഷിക്കാർ. PWD ആക്ട് 1995 പ്രകാരം ഭിന്നശേഷിക്കാർ എത്രയാണ്? 7 വിഭാഗം ആളുകളാണ്. ഇതിങ്ങനെ തന്നെ പഠിച്ചു പോണട്ടാ. എത്ര വിഭാഗമുണ്ട് ഭിന്നശേഷിയിൽ? PWD ആക്ട് പ്രകാരം 7 വിഭാഗക്കാരാണ് എന്തിലുള്ളത്? ഈ ഭിന്നശേഷിയിലുള്ളത്. ഓക്കെ, ഇനി ആ 7 വിഭാഗം ഏതാന്ന് നോക്കണം. അതിന്റെ ടേം മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി, പഠിക്കണ്ട.
എ വിഭാഗം, ആ പേര് പറയുമ്പോൾ മനസ്സിലാവും. അതിന്റെ ഡെഫിനിഷൻ ഒന്നും പഠിച്ചു വെക്കണ്ട. പൂർണ്ണാന്തത എന്ന് പറഞ്ഞാൽ ഇത് എന്ന രീതിയിൽ ഒന്നും പഠിക്കണ്ട കേട്ടോ. അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, പൂർണ്ണാന്തത എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായിട്ടും കാഴ്ച ഇല്ലാത്തത്. കാഴ്ചക്കുറവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായിട്ടെല്ലാം ചെറിയ രീതിയിൽ കാഴ്ചയുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ ഓരോന്നൊന്നും മനസ്സിലാക്കി വെക്കുക. ഇതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ വരില്ല. എ വിഭാഗമുണ്ട്, ആ എ വിഭാഗം ഏതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. ഇത് ചോദിക്കും. PWD ആക്ട് ഏതാണ് വർഷം എന്ന് ചോദിക്കും. 1995. മറക്കരുത് PWD ആക്ട്. അതിന്റെ ഫുൾ ഫോം ഒന്ന് നോക്കാം. പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് ആക്ട്. ഓക്കെ, അങ്ങനെ എന്തായാലും നമുക്ക് തുടരാം. പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ആക്ട് എന്ന് പറയുന്നത് എ വിഭാഗം ആളുകളെയാണ് എന്ത് ചെയ്തത്? ഭിന്നശേഷിക്കാരായിട്ട് അംഗീകരിച്ചത്. അതിൽ ഒന്നാമത്തെ വിഭാഗമാണ് ആര്? പൂർണ്ണാന്ധത എന്ന് പറയുന്നത്. പൂർണ്ണമായ അന്ധത ബാധിച്ചവരെയാണ് ഒരു വിഭാഗം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചികിത്സിച്ചു കൊണ്ടോ അല്ലെങ്കിൽ കണ്ണട വെച്ചത് കൊണ്ടൊന്നും കാഴ്ച ലഭിക്കാത്ത, പൂർണ്ണമായിട്ടും കാഴ്ച ഇല്ലാത്ത അവസ്ഥയാണ് ഏത്? അന്ധത എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ചികിത്സ കൊണ്ടോ കണ്ണട കൊണ്ടോ കാഴ്ച ലഭിക്കാത്ത അവസ്ഥയാണ് ഏത്? അന്ധത എന്ന് പറയുന്നത്. ഓക്കെ, പൂർണ്ണ അന്ധതയും അല്ലെങ്കിൽ കാഴ്ചക്കുറവ്, രണ്ടാമതായിട്ട് വരുന്നത് കാഴ്ചക്കുറവാണ്. പൂർണ്ണമായിട്ട് കാഴ്ച ഇല്ലാത്ത അവസ്ഥ അല്ല, എന്നാൽ ഭാഗികമായ രീതിയിൽ കാഴ്ച ശക്തിയുള്ളവരാണ് ഏത്? ഈ കാഴ്ചക്കുറവുകാര്. പൂർണ്ണമായിട്ടും തീരെ കാണാൻ കഴിയാത്ത അവസ്ഥയില്ല, എന്നാൽ നന്നായിട്ട് കാണോ? അതുമില്ല. ഓക്കെ അല്ലെ? അതിന് കൃത്യമായിട്ട് ഒരു അളവൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ കാഴ്ച പരിശോധിക്കാനുള്ള ഒരു ഉപകരണമുണ്ട്. ആദ്യമായിട്ട് അതിലെ പ്രാഥമികമായിട്ട് നമ്മളൊരു കാഴ്ച പരിശോധിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു ചാർട്ട് അല്ലെങ്കിൽ കുറെ നമ്പറുകളൊക്കെ വായിപ്പിക്കും. അതിന് പറയുന്നത് ഓക്കെ, കാഴ്ച പരിശോധിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് ഏത്? സ്നെല്ലൻ ചാർട്ട്. അപ്പൊ ഈ സ്നെല്ലൻ ചാർട്ട് നോക്കിയിട്ട് വായിക്കുന്നത് വെച്ചിട്ട് നമ്മൾ ഒരു അളവൊക്കെ ഉണ്ട്. ഇത്ര അളവിന്റെ താഴെ ആണെങ്കിലാണ് അവരെന്തായിട്ട് കണക്കാക്കുള്ളൂ? കാഴ്ചക്കുറവുള്ളവരും അവരെ ഭിന്നശേഷിക്കാരായിട്ട് കണക്കാക്കുള്ളൂ. അല്ലാതെ നിങ്ങൾക്കിപ്പോ ചെറിയൊരു കാഴ്ചക്കുറവ് ഉണ്ടാവാം, എന്നിട്ട് അതിനെന്തുണ്ടാവും? ഒരു കണ്ണടക്ക് വെക്കുന്നുണ്ടാവും എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്തല്ല? ഭിന്നശേഷിക്കാരല്ല. ഓക്കെ, ഭിന്നശേഷിക്കാരായിട്ട് മാറണമെങ്കിൽ കൃത്യമായിട്ടുള്ള അളവുണ്ട്. ആ അളവിലേക്ക് പോകുന്നില്ല, വെറുതെ പഠിച്ചു വെക്കണ്ട. ഓക്കെ, അപ്പൊ ആ ഒരു അളവിലിന്റെ താഴെ ആയിട്ടുള്ള ഒരു കാഴ്ച ഉള്ളെങ്കിലേ അവരെന്തേ ഉള്ളൂ? ഭിന്നശേഷിക്കാരായിട്ടുള്ള കാഴ്ചക്കുറവക്കാരായിട്ട് എന്തേ ഉള്ളൂ? പരിഗണിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഏതായാലും കാഴ്ചക്കുറവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായിട്ട് കാഴ്ച ഇല്ലാത്ത, അതായത് ഭാഗികമായ രീതിയിലൊക്കെ കാഴ്ചയുള്ള അവസ്ഥക്കാണ് എന്ത് പറയുന്നത്? കാഴ്ചക്കുറവ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും വേറെ വേറെ എണ്ണിയിട്ടുണ്ട്. പൂർണ്ണമായിട്ട് കാഴ്ചക്കുറവുകാരെ പൂർണ്ണാന്ധത എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് കാഴ്ചക്കുറവാണ്, അത് മറ്റൊരു ഭിന്നശേഷിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതേപോലെ തന്നെ നമ്മൾ പ്രത്യേകം പരിഗണന കൊടുക്കുമ്പോഴും ഈ ഒരു കാര്യം മനസ്സിലാക്കണം. അത് നമുക്ക് വരുന്നുണ്ട്, ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അതായത് പൂർണ്ണ അന്ധതയുള്ളവരെ പരിഗണിക്കുന്ന അതേപോലെ അല്ല കാഴ്ചക്കുറവുള്ളവരെ പരിഗണിക്കേണ്ടത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു പൂർണ്ണ അന്ധത ബാധിച്ച ഒരു കുട്ടി, നിങ്ങൾ അവർക്ക് കണ്ണട കൊടുക്കോ? കണ്ണട കൊടുത്തത് കൊണ്ട് അല്ലെങ്കിൽ ലെൻസ് ഉപയോഗിച്ചത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുമോ? ഇല്ല. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതായത് നമുക്ക് ഒരു കണ്ണട കൊടുത്തതോട് കാര്യമില്ല. അങ്ങനെയാണ് പൂർണ്ണ അന്ധത ബാധിച്ചവർക്ക് കണ്ണ് പൂർണ്ണമായിട്ട് ഇല്ല, കാഴ്ച തീരെ ഇല്ല. അപ്പൊ അങ്ങനെയുള്ളവരെ പരിഗണിക്കേണ്ടത് മറ്റൊരു രീതിയിലാണ്. എന്നാൽ നമുക്ക് കാഴ്ചക്കുറവുള്ളവർക്ക് എന്ത് കൊടുക്കാം? കണ്ണട കൊടുക്കാം. അവർക്ക് എന്തുണ്ടാവും? അതേപോലെ തന്നെ ലെൻസ് ഉപയോഗിക്കാനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ, അപ്പൊ മനസ്സിലായോ? ആ മാറ്റം മനസ്സിലായോ? പൂർണ്ണാന്ധതയുള്ളവർക്കുള്ള അതേപോലത്തെ പരിഗണന അല്ല ആർക്ക് കൊടുക്കേണ്ടത്? കാഴ്ചക്കുറവുള്ളവർക്ക് കൊടുക്കേണ്ടത്. രണ്ടിനും എന്തുണ്ട്? മാറ്റമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ആ മാറ്റം എങ്ങനെയെന്നുള്ള നമുക്ക് പറയാം. അത് ചിന്തിച്ചാൽ കിട്ടും. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു കണ്ണട കൊടുക്കണ്ട, പൂർണ്ണ അന്ധത ബാധിച്ചു. നമ്മൾ എന്താ ചിന്തിക്കുക? ആർക്ക് അനുയോജ്യമായതാണ് കണ്ണട എന്ന് ചോദിച്ചല്ലോ. ഒന്നും നോക്കാനില്ല, അന്ധത ബാധിച്ചവർക്കല്ലേ, കാഴ്ചയുമായിട്ട് പ്രശ്നമുള്ളവർക്കല്ലേ കണ്ണട എന്ന് ചിന്തിക്കും. എന്നാൽ അത് തെറ്റാ. പൂർണ്ണാന്ധത എന്ന് പറഞ്ഞാൽ അവർക്ക് കണ്ണട വെച്ചതുകൊണ്ടൊന്നും കാഴ്ച തിരിച്ചു കിട്ടാത്തവരാണ്. അപ്പൊ അവർക്കല്ല കണ്ണട കൊടുക്കേണ്ടത്. ഓക്കെ, പോട്ടെ. ഏതായാലും രണ്ടാമതായിട്ട് വരുന്ന ആരാണ്? കാഴ്ചക്കുറവുകാരാണ്. അതായത് ചെറിയ രീതിയിലുള്ള ഭാഗികമായിട്ടുള്ള കാഴ്ചയുള്ളവരാണ്. അവരെ മറ്റൊരു രീതിയിൽ പരിഗണിക്കണം. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാം. പിന്നെ PWD ആക്ട് പ്രകാരം മൂന്നാമതായിട്ട് വരുന്ന ഒരു വിഭാഗം ആളുകളാണ് ആര്? ഭേദമായ കുഷ്ഠരോഗം. ഭേദമായ കുഷ്ഠത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൈയിലെയും കാലിലെയും വിരലുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? തേഞ്ഞു പോയിട്ടുണ്ടാവും.
കുഷ്ഠം ബാധിച്ചവരിൽ എന്ത് ചെയ്യും? അവരുടെ കൈവിരലുകളും വിരലുകളും എന്ത് ചെയ്തിട്ടുണ്ടാവും? തേഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് വിരലുകൾ ഉപയോഗിച്ച് ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ഇവർക്ക് എന്തായിരിക്കും? പ്രയാസമുള്ളതായിരിക്കും. ഇപ്പൊ അവരെ സംബന്ധിച്ച് എഴുതുക എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രയാസമുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് അവരെയും എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഭിന്നശേഷിക്കാരിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇപ്പൊ 3 വിഭാഗം ആളുകൾ പറഞ്ഞു. 4ാമത്തെ വിഭാഗമാണ് ചലന പരിമിതി. ചലിക്കുന്നതിൽ പ്രയാസമുള്ള ആളുകൾ, അതായത് എന്തുകൊണ്ടുമാവാം. ചിലപ്പോൾ അസ്ഥി നമ്മളെ ചലനത്തിൽ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അസ്ഥി നമ്മളെ ചലനത്തിൽ സഹായിക്കുന്നുണ്ട്, നാഡി, പേശി, ഇങ്ങനെ ഏതെങ്കിലും ചലനത്തിന് സഹായിക്കുന്ന ഏതെങ്കിലും വിഭാഗത്തിന് പ്രയാസങ്ങൾ ഉണ്ടാവുകയും അവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിന് പ്രയാസം അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ അവരേതിൽപ്പെടും? ഭിന്നശേഷിക്കാരിൽ പെടും. അപ്പൊ ചലന പരിമിതിയാണ് അടുത്തത്. ഓക്കെ, 4ാമതായിട്ട് ഒരു വിഭാഗം ചലന പരിമിതിയാണ്. ഇതൊന്നും പഠിച്ചു വെക്കണ്ടട്ടാ, നിങ്ങൾ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ ആവശ്യമില്ലാത്തൊന്നും വെറുതെ പഠിക്കേണ്ടതൊന്നും ചോദിക്കൂല. ഓക്കെ അല്ലെ? അസ്ഥി, നാഡി, പേശി സംബന്ധമായ പ്രയാസങ്ങൾ ഉള്ളവർ, അവരെ സംബന്ധിച്ച് എന്തുണ്ടാവും? സ്വതന്ത്രമായി സഞ്ചാരത്തിന് പ്രയാസം ഉണ്ടാവും. പിന്നെ ഒരു വിഭാഗമാണ് ശ്രവണ വൈകല്യം. ശ്രവണ വൈകല്യത്തിൽ രണ്ടും പെട്ടു. അതായത് പൂർണ്ണമായിട്ട് കേൾവി തകരാറുള്ളവരും അതേപോലെ തന്നെ ഭാഗികമായിട്ട് ചെറിയ രീതിയിൽ കേൾക്കുന്നവരൊക്കെ ഇതിൽ പെട്ടു? ശ്രവണ വൈകല്യത്തിൽ പെട്ടു. നേരത്തെ പറഞ്ഞ പോലെ രണ്ടും പിരിച്ചു പറയുന്നില്ല. നേരത്തെ നമ്മൾ പൂർണ്ണമായിട്ട് കാഴ്ചയില്ലാത്തവർ അന്ധരായവർ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗമായിട്ടോ, ഭാഗികമായിട്ട് കാഴ്ചക്കുറവുള്ളവരെ നമ്മൾ എന്ത് ചെയ്തു? കാഴ്ചക്കുറവ് എന്ന് പറയുന്ന 2ാമത്തെ വിഭാഗമായിട്ട് പഠിച്ചു. എന്നാൽ ഇവിടെ അങ്ങനൊന്നുമില്ല. ശ്രവണ വൈകല്യത്തിൽ എന്താണ്? പൂർണ്ണമായോ ഭാഗികമായോ കേൾവി തകരാറുള്ളവരാണ് ഏതിൽ പെടുന്നത്? ശ്രവണ വൈകല്യത്തിൽ പെടുന്നത്. അവരെ സംബന്ധിച്ച് എന്തുണ്ടാവും? കേൾവിയെ സംബന്ധിച്ച് പ്രയാസം ഉണ്ടാവും. കേൾവിയിലൂടെ ലഭിക്കുന്ന വിവരങ്ങളെ മനസ്സിലാക്കാൻ അവരെ സംബന്ധിച്ച് എന്തുണ്ടാവും? അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഭാഷ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ അവർക്ക് എന്തുണ്ടാവും? ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു വിഭാഗമാണ് ഏത്? ശ്രവണ വൈകല്യം എന്ന് പറയുന്നത്. മറ്റൊരു വിഭാഗമാണ് ഏത്? ശ്രവണ വൈകല്യം. ഓക്കെ, അപ്പൊ ചലന പരിമിതി, ശ്രവണ വൈകല്യം. 6ാമത്തെ ഒരു വിഭാഗമാണ് ഏത്? ബുദ്ധി പരിമിതി. ബുദ്ധിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ബുദ്ധിപരമായ വളർച്ചയിൽ വ്യതിയാനം കാരണം, അതായത് ഓരോ പ്രായത്തിനനുസരിച്ച് ഓരോ കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധി വികാസമുണ്ട്. ഇത്രത്തോളം ബുദ്ധി വികസിക്കണം എന്നുള്ള കണക്കുണ്ട്. അതിലെന്തെങ്കിലും ഒരു വ്യതിയാനം, ഒരു കുറവ് സംഭവിച്ചാൽ അവരെ സംബന്ധിച്ച് എന്തുണ്ടാവും? ഒരു സാമൂഹികമായ ഇടപെടൽ എന്നിവയിലൊക്കെ എന്തുണ്ടാവും? കാരണം എല്ലാ മേഖലയിലും പൊതുവായിട്ട് അവർക്ക് എന്തുണ്ടാവും? ഒരു 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 പ്രയാസം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കുറവ് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് അവരും ഏതിൽ പെടും? ബുദ്ധി പരിമിതിയിൽ പെടും. ഓക്കെ ആണല്ലോ? അപ്പൊ ശ്രവണ വൈകല്യം, ബുദ്ധി പരിമിതി. പിന്നെ 7ാമത്തെ ഒരു വിഭാഗമാണ് ആര്? മാനസിക രോഗം. മനോരോഗത്തിന്, അതായത് മെന്റലി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, മനോരോഗത്താൽ മനസ്സിന്റെ സമനില വ്യതിയാനം സംഭവിക്കുന്ന അവസ്ഥ, സമനില തെറ്റാന്നൊക്കെ പറയില്ല. ഓക്കെ, അപ്പൊ ആ ഒരു മാനസിക രോഗമുള്ള ആളുകളും മെന്റലി പ്രോബ്ലം ഉള്ള ആളുകളും ഏതിൽ പെടും? ഭിന്നശേഷി വിഭാഗത്തിൽ പെടും. ഓക്കെ, മെന്റൽ പ്രോബ്ലം ഉള്ള ആളുകളും. ഏതൊക്കെയാണ്? 1995 നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് ഏത്? പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ആക്ട് പ്രകാരം 1995 എന്ത് ചെയ്തത്? ആ നിയമം പാസ്സാക്കിയത്. 7 വിഭാഗം ആളുകളെയാണ് ഏതിൽ ഉൾപ്പെടുത്തിയത്? ഭിന്നശേഷിക്കാരായിട്ട് ഉൾപ്പെടുത്തിയത്. ഓക്കെ ആണല്ലോ? അതിൽ 1ാമതായിട്ട് നമ്മൾ പറഞ്ഞതാണ് പൂർണ്ണ അന്ധത ബാധിച്ചവര്, പൂർണ്ണമായിട്ടും കാഴ്ചയില്ലാത്ത ആളുകള്. 2ാമത്തെ വിഭാഗമാണ് ആര്? കാഴ്ച കുറവ്, പൂർണ്ണമല്ലെങ്കിലും ഭാഗികമായിട്ട് കാഴ്ചയിൽ ശക്തിയിൽ കുറവുള്ള ആളുകളാണ് ആര്? 2ാമത്തേതായിട്ട് പറഞ്ഞത്. 3ാമതായിട്ട് ഭേദമായ കുഷ്ഠം. 4ാമതായിട്ട് പറഞ്ഞത് ചലന പരിമിതി. ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ശരീരത്തിന്റെ സ്വതന്ത്രമായ ചലനത്തിന് പരിമിതിയുള്ള ആളുകളാണ് ഏത്? 4ാമതായിട്ട് പറഞ്ഞത്. 5ാമത്തെ വൈകല്യമാണ് ഏത്? ശ്രവണ വൈകല്യം. പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ കേൾവിയിൽ പ്രയാസമുള്ള ആളുകളാണ് ഏതിൽ പെടുന്നത്? ശ്രവണ വൈകല്യത്തിൽ പെടുന്നത്. പിന്നെ 6ാമത്തെ വിഭാഗമാണ് ആര്? ബുദ്ധി പരിമിതി. വളർച്ചയിൽ, ബുദ്ധിപരമായ വളർച്ചയിൽ കുറവ് സംഭവിക്കുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും. ആശയവിനിമയത്തില് ബുദ്ധി നമ്മുടെ എല്ലാവിധ കാര്യങ്ങൾക്കും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് ബുദ്ധി. നമ്മളെ പഠനത്തെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. പഠനത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം ഏതെന്ന് ചോദിക്കും. അതൊക്കെ ബുദ്ധിയാണ്. അതായത് പഠനത്തെ വിവിധ ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. ഒരു കുട്ടി പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അതിൽപ്പെട്ട ഒരു പോയിന്റാണ് ബുദ്ധി.
പഠനത്തെ നന്നായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഏത്? ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഈ ബുദ്ധിയിൽ വളർച്ച കുറവുണ്ടെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ച് എന്തുണ്ടാവും? പല കാര്യങ്ങളിൽ കുറവുണ്ടാവും. അപ്പൊ അവരെയും എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഭിന്നശേഷിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏഴാമത്തെ വിഭാഗമാണ് ഏത്? മാനസിക രോഗം എന്ന് പറയുന്നത്. മെന്റലി പ്രോബ്ലം ഉള്ള ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്? ഏഴാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെയാണോ? നമ്മൾ പറയുന്നത് പ്രത്യേകം പരിഗണന അറിയിക്കുന്ന വിഭാഗം ആളുകളെ കുറിച്ചാണ്. 3 വിഭാഗത്തിൽ പെട്ടിട്ടാണ് ആര് വരുന്നത്? പ്രത്യേകം പരിഗണന അറിയിക്കുന്ന വിഭാഗം ആളുകൾ വരുന്നത്. അതിൽ ഒന്നാമത്തെ വിഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞു, സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും പിന്നോക്കാവസ്ഥയിലുള്ളവര്. രണ്ടാമത്തെ വിഭാഗമാണ് ആര്? ഭിന്നശേഷിക്കാരായ കുട്ടികൾ എന്ന് പറയുന്നത്. ആരാണ് ഭിന്നശേഷിക്കാർ എന്ന ചോദ്യത്തിന് 1995 PWD ആക്ട്, പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് 7 വിഭാഗം ആളുകളെ പറയുന്നുണ്ട്. ഓക്കെ അല്ല? ഇതുവരെ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓക്കെ ആണോ? എന്നാൽ ഈ 7 വിഭാഗം ആളുകൾ മാത്രമല്ല ഭിന്നശേഷിക്കാർ. ഓക്കെ, ഈ 7 വിഭാഗത്തിനും അപ്പുറത്തേക്ക് അതിനു മുമ്പ് നമ്മുടെ കോച്ചിങ്ങിനെ കുറിച്ച്, നമ്മുടെ LP-UP കോച്ചിങ് എന്ന് മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ പലർക്കും ഒരുപാട് ആൾക്കാർ ഫീസ് എത്രയാണ്, എങ്ങനെയാണ് ക്ലാസ് എന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് വരുന്നത് നമുക്ക് ഡെയിലി ലൈവ് ആയിട്ടുള്ള ക്ലാസ്, അതിനോട് കൂടെ റെക്കോർഡ് ഉണ്ടാവും. ഓരോ ലൈവ് ക്ലാസ് കഴിയുമ്പോൾ ആ ലൈവ് സെക്ഷന്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ 100+ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് മിനിമം 100 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അത് റെഡിയാക്കുന്നുണ്ട്. 100 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ത് ചെയ്യും? LP-UPന്റെ 100 മാർക്കിന്റെ ചോദ്യങ്ങൾ ആ സിലബസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഓരോ വിഷയത്തിനും എത്രയാണോ ചോദ്യങ്ങൾ വരുന്നത് അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നൽകും. അതേപോലെ തന്നെ SCRT ബേസ് ചെയ്ത് കണ്ടുള്ള ക്ലാസ്സുകൾ, അത് വെച്ചിട്ടുള്ള SCRT മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾക്ക് അതിനുള്ള പ്രത്യേകം എക്സാമുകള്, അതേപോലെ തന്നെ ടോപ്പിക് ബേസ് ചെയ്തുകൊണ്ട് ഓരോ ടോപ്പിക് പഠിപ്പിക്കുമ്പോഴും ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്തുണ്ടാവും? LP-UP കോച്ചിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു റാങ്ക് സ്വായത്തമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കോച്ചിങ് ആയിരിക്കും നമ്മൾ നൽകുക. ഇത് നമ്മൾ ഫീസ് പറയുന്നത് 3000 രൂപയാണ്. അതായത് എക്സാം എന്നാണോ അതുവരെയുള്ള ഫീ ആണ്. നിങ്ങൾക്ക് എന്നാണോ എക്സാം വരുന്നത് അതുവരെ നിങ്ങൾ നൽകേണ്ട, അതുവരെ മീൻസ് ഒറ്റ പേയ്മെന്റ്, അതായത് മന്തിലല്ല, ആ ടോട്ടൽ ഫീ ആണ് ഏത്? 3000 രൂപ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ കോച്ചിങ്ങിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ക്ലാസ്സിനെ കുറിച്ച് പൊതുവായിട്ട് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഇപ്പൊ അതിനെ കുറിച്ച് ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിന്റെ ബാക്കി കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യാം? പറയാം. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? PWD ആക്ട് ഇത് പറഞ്ഞു. അതായത് PWD ആക്ട് എന്ന് പറയുന്നത് എന്താണ്? 7 വിഭാഗം ആളുകളെയാണ് ഭിന്നശേഷിക്കാരാക്കി മാറ്റിയത്. പിന്നീട് ഇനി പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നീട് 1995 PWD ആക്ട് പറഞ്ഞില്ലേ? ഈ ആക്ട് 2016 വീണ്ടും ഭേദഗതി വരുത്തി. ആ നിയമത്തെ, ആ PWD ആക്ടിനെ മാറ്റം വരുത്തിക്കൊണ്ട് പിന്നീട് എന്ത് ചെയ്തു? 2016 ഒരു ഭേദഗതി വരുത്തി. പിന്നീട് ആ നിയമം ഏത് പേരിൽ അറിയപ്പെട്ടു? RPWD എന്ന പേരിലേക്ക് മാറി. RPWD ആക്ട്. അപ്പൊ ഈ RPWD ആവുന്നത് ഏത് വർഷമാണ്? 2016 പറയുന്നത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. RPWD വർഷമാണ് ചോദിക്കുന്നതെങ്കിൽ അത് 2016. എന്നാൽ PWD ആണെങ്കിൽ അത് ഏതാണ്? 1995. ആ നിയമത്തിന് കാലാനുസൃതമായിട്ട് ഒരു മാറ്റം വരുത്തിയതാണ്. 2016 എന്ത് ചെയ്തു? RPWD ആക്ട്. എന്താണ് RPWD ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദി റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ്. ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദി റൈറ്റ്സ്, അവകാശങ്ങൾ. ഓക്കെ, ഡിസേബിലിറ്റി ഉള്ളവരുടെ അവകാശങ്ങൾ എന്ന പേരിൽ RPWD ആക്ട് ആയിട്ട് മാറുകയും ചെയ്തു. ഓക്കെ അല്ലേ? അങ്ങനെ മാറിയ സമയത്ത് എന്ത് ചെയ്തു? ഇതുവരെ എന്തായിരുന്നു? ഈ 2016 RPWD ആക്ട് നിലവിൽ വരുന്നത് വരെ എത്ര ആളുകളായിരുന്നു ഭിന്നശേഷിക്കാരായിട്ട് വന്നിരുന്നത്? 7 വിഭാഗമായിരുന്നു. എന്നാൽ RPWD ആക്ട് ആയിട്ട് മാറിയ സമയത്ത് എന്ത് ചെയ്തു? അതിലേക്ക് വീണ്ടും 14 വിഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി. വീണ്ടും ഒരു 14 വിഭാഗം ആളുകളെയും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, പറയുന്നത് ശ്രദ്ധിക്കട്ടോ. ഇപ്പൊ 14 വിഭാഗം ആളുകളെ കൂടി ഉൾപ്പെടുത്തി. ഇപ്പൊ ടോട്ടൽ അപ്പൊ ആരായിരിക്കും? അപ്പൊ ഇനി പറയും ഭിന്നശേഷിക്കാർ ഇപ്പൊ ടോട്ടൽ എത്ര ആയിരിക്കും?
21. 21 ആളുകളാണ് ഭിന്നശേഷിക്കാര്. അതിൽ 7 PWD ആക്ട് ആണ് പറഞ്ഞത്. ബാക്കിയുള്ള 14 ആളുകളെ ഉൾപ്പെടുത്തിയത് ഏതാ നിയമപ്രകാരമാണ്? 2016 RPWD ആക്ട് ആയപ്പോഴാണ് എന്ത് ചെയ്തത്? അതിലേക്ക് 14 വിഭാഗം ആളുകളെയും കൂടി എന്ത് ചെയ്തത്? ഉൾപ്പെടുത്തിയത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബാക്കിയുള്ള 14 വിഭാഗം ആളുകളെയാണ്. ഇനി 14 അതും കുറെ പഠിക്കാനൊന്നുമില്ല. അതിൽ ചില വൈകല്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഡെഫിനിഷൻ എന്താണ് ആ വൈകല്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പഠിക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാതെ 14 വിഭാഗം ഏതാണെന്നും അതിനെക്കുറിച്ച് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നൊന്നും എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട. ഇപ്പൊ പറഞ്ഞ വിഭാഗത്തെ കുറിച്ച് ഒന്നും പഠിക്കണ്ട. ആ വിഭാഗം ഒന്ന് അറിഞ്ഞിരിക്കുക. അത് അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല, കാരണം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഇനി പറയുന്ന 14 വിഭാഗത്തിൽ ചില വിഭാഗം അല്ലെങ്കിൽ ഇത് എന്താ എന്ന രീതിയിൽ ചോദിക്കാം. ഓക്കെ, അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള വിഭാഗം ആളുകളെ കുറിച്ച് എന്ത് ചെയ്യണം? ഒന്ന് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണം. അത്രേ ഉള്ളൂ. ബാക്കി എന്താ? അപ്പൊ ഇപ്പോൾ ടോട്ടലി എന്തുണ്ട്? അപ്പൊ ഇപ്പൊ നിലവിൽ RPWD ആണ് നിലവിലുള്ളത്. അപ്പൊ 21 വിഭാഗം ആളുകൾ എന്താണ്? ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളാണ്. ഓക്കെ അല്ലേ? അപ്പൊ 14 വിഭാഗത്തിൽ ഒരു വിഭാഗമാണ്, അതായത് ഇനി 8 മുതൽ ഉണ്ടെന്ന്. 8 എണ്ണാൻ കാരണം മനസ്സിലായില്ലേ? 7 എണ്ണം നമ്മൾ അവിടെ പറഞ്ഞു PWDയില്. ഇനി 8 മുതലാണ് എവിടെ വരുന്നത്? RPWDയില് വരുന്നത്. ഓക്കെ, അപ്പൊ ഒരു വിഭാഗമാണ് ഡോർഫിസം. ഇതൊക്കെ ഇനി RPWD പ്രകാരമാണ് കേട്ടോ. RPWD പ്രകാരം ഭിന്നശേഷിക്കാരായ ഒരു വിഭാഗമാണ് ആര്? ഡോർഫിസം എന്ന് പറയുന്നത്. ഡോർഫിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിന്റെ വലിപ്പക്കുറവാണ്. ശരീരത്തിന് നമ്മൾ നോർമലി പറയുന്ന ഒരു വലുപ്പമുണ്ട്. ആ വലുപ്പത്തിൽ നിന്നുമുള്ള ഒരു കുറവാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുന്നത്? ഡോർഫിസം എന്ന് പറയുന്നത്. നിങ്ങൾ EVS-ലൊക്കെ പഠിക്കാനുള്ള ഒരു ആശയമാണ് ഡോർഫിസം എന്ന് പറയുന്നത്. അതായത് എന്താണ് ഈ ഡോർഫിസത്തിന് കാരണം എന്ന് പറയുന്നത്? ഡോർഫിസം എന്ന് പറയുന്നത് നമ്മളെ വളർച്ചയെ സഹായിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്. വളർച്ചയെ സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് അറിയോ? വളർച്ചയെ സഹായിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ആ ഒരു ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ വളർച്ച മുരടിക്കും. മനസ്സിലായോ? ആ വളർച്ച മുരടിക്കുന്ന അവസ്ഥക്കാണ് എന്ത് പറയുന്നത്? ഡോർഫിസം എന്ന് പറയുന്നത്. അതായത് നോർമലി ഉള്ള ഒരു വലിപ്പമില്ല, അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈറ്റ് കുറച്ച് കുറവുണ്ടെന്ന് വിചാരിച്ചിട്ട്, അതായത് നമ്മുടെ പ്രായത്തിലുള്ളവരുടെ ഒരു ഹൈറ്റിന് ഞാനില്ല എന്നുള്ളത് എന്തല്ല ഒരു ഭിന്നശേഷിക്കാരൻ അല്ലെങ്കിൽ ഡോർഫിസം എന്നല്ല. ഇതിന് കൃത്യമായിട്ടൊരു അളവുണ്ട്. ഓക്കെ, അതായത് മിനിമം 4 അടിയാണ് എന്ത് ചെയ്യുന്നത്? സോറി, മിനിമം അല്ല, ഒരു ശരാശരി, അതായത് മാക്സിമം ആണ് ഉദ്ദേശിക്കുന്നത്. 4 അടിയിൽ താഴെയുള്ള ഒരു വലിപ്പമാണ് എന്ത് യഥാർത്ഥത്തിൽ ഡോർഫിസം എന്ന് പറയുന്നത്. ഇപ്പൊ ഡോർഫിസം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വളർച്ചയെ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഏത്? സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത്. ഈ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറഞ്ഞതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ശരീരത്തിന്റെ വലുപ്പം കുറവ് സംഭവിക്കുന്നു. അതാണ് ഡോർഫിസം. ആ ഡോർഫിസം ഇപ്പോൾ മുതൽ RPWD ആക്ട് മുതൽ എന്താണ്? ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നു. കിട്ടിയോ? അവരെന്താണ്? ഭിന്നശേഷിക്കാരായ ആളുകളാണ്. അപ്പൊ അതാണ് ഒന്ന്, അത് മനസ്സിലാക്കി വെക്കേണ്ട. ഡോർഫിസം, ഈ ഒരു പോയിന്റ് സൊമാറ്റോട്രോപ്പിൻ, ഇത് നിങ്ങൾക്ക് സയൻസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. നമുക്ക് ഒരുപാട് ഹോർമോണുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽപ്പെട്ടത് ഒരു ഹോർമോൺ ആണ് ഇത് സൊമാറ്റോട്രോപ്പിൻ, നമ്മളെ വളരാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോൺ. അപ്പൊ അത് കുറയുമ്പോൾ എന്ത് ചെയ്യും? വളർച്ച കുറയും. ആ വളർച്ച കുറയുന്ന അവസ്ഥക്കാണ് എന്ത് പറയുന്നത്? ഡോർഫിസം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത വിഭാഗമാണ്, കൂട്ടിച്ചേർത്തപ്പെട്ട മറ്റൊരു വിഭാഗമാണ് ഓട്ടിസം. ഓട്ടിസത്തെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ ന്യൂറോൺ, ഇതൊക്കെ ന്യൂറോണിന്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നതൊക്കെ ന്യൂറോണിന് സംഭവിക്കുന്ന തകരാറാണ്. അതുകൊണ്ട് പല സാഹചര്യങ്ങൾ വരാം. ഓക്കെ, അപ്പൊ ബ്രെയിനിലെ ന്യൂറോണിന്റെ വികാസത്തിലുള്ള ഒരു തകരാറ് മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഏത്? ഓട്ടിസം. ഇതൊന്നല്ല നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ന്യൂറോണൊന്നും പഠിച്ചു വെക്കണ്ട. ഓട്ടിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഓട്ടിസം എന്ന് പറയുന്നത് ഒരു സാമൂഹികരണ പ്രക്രിയയിൽ തടസ്സമായിട്ടുള്ള ഒരു വൈകല്യമാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സാമൂഹികരണം എന്ന് പറയുന്നത്. എന്താ സാമൂഹികരണം എന്ന് പറഞ്ഞാല്? മറ്റുള്ളവരുമായിട്ട് ഇടപഴകുക എന്നുള്ളത്. അപ്പൊ ഈ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതിൽ നേരിടുന്ന ഒരു തടസ്സമാണ് യഥാർത്ഥത്തിൽ എന്ത്?
ഓട്ടിസം എന്ന് പറയുന്നത്. അതായത് ഇവരെ സംബന്ധിച്ച് ഇനി പറയുന്നത് ശ്രദ്ധിക്കട്ടോ, ഓട്ടിസം ബാധിച്ച ആളുകളെ സംബന്ധിച്ച് ഒറ്റയ്ക്കിരിക്കാനായിരിക്കും അവർക്ക് ആഗ്രഹം. അവർ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുവാനോ മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടുവാനോ ഒന്നും അവരെന്തുണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല. അവരുടേതായിട്ടുള്ള ഒരു ലോകത്ത്, ഒരു സ്വപ്ന ലോകത്തായിരിക്കും ആരുണ്ടാവുക, ഈ വിഭാഗം ആളുകൾ ഉണ്ടാവുക. ഒരു ഏകദേശം പച്ചക്കുതിര എന്ന് പറയുന്ന സിനിമ ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിലെ ദിലീപിന്റെ സഹോദരൻ ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിക്ക് ഒരു ഉദാഹരണമാണ്. അവരുടേതായിട്ടുള്ള ഒരു ലോകത്താണ്, ഒരു സാമൂഹികപരമായിട്ടുള്ള ഒരു ഇടപെടലൊന്നും അവർക്കില്ല. അവരെ സംബന്ധിച്ച് എന്തായിരിക്കും, ഒറ്റയ്ക്കിരിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വൈകല്യമാണ് ഏത്, ഓട്ടിസം എന്ന് പറയുന്നത്. അവരുടേതായിട്ടുള്ള ഒരു ലോകത്തെ, ഒരു സ്വപ്ന ലോകത്തേക്കായിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് ഓട്ടിസം എന്ന് പറഞ്ഞാല്, നമ്മുടെ ബ്രെയിനിലെ ന്യൂറോണിന്റെ ഒരു വികാസ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ പഠിക്കേണ്ട ഈ ഒരു പോയിന്റ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കാനുണ്ട്. സാമൂഹികരണ പ്രക്രിയകൾക്ക് തടസ്സം നിൽക്കുന്ന വൈകല്യമാണ്. ആ വൈകല്യം ഏതെന്ന് ചോദിക്കാം. അതായത് സാമൂഹികരണ പ്രക്രിയക്ക് തടസ്സമായിട്ടുള്ള വൈകല്യം താഴെ പറയുന്നവയിൽ ഏത്? സാമൂഹികരണം ബാക്കിയുള്ളതൊന്നും വ്യത്യസ്തമായിട്ട് ഒരു സാമൂഹിക ഇടപെടല് ഒരു താല്പര്യമില്ലാത്ത, എപ്പോഴും എന്തായിരിക്കും, ഇവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും ആഗ്രഹിക്കുക. അവരൊരു സ്വപ്ന ലോകത്തായിരിക്കും. അതൊക്കെ മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. അവരുടേതായിട്ടുള്ള ഒരു ലോകത്തായിരിക്കും അവരെന്ത് ചെയ്യുക, ഉണ്ടാവുക. അത്തരത്തിലുള്ള ഒരു വിഭാഗം ആളുകളാണ് ആര്, ഓട്ടിസം ബാധിച്ചവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഓട്ടിസം എന്ന് പറയുന്നത് ഏതിൽ പെടുന്നപ്പോൾ ഭിന്നശേഷിക്കാരായ കുട്ടികളിലെ ഉൾപ്പെടുന്നു. ക്ലിയർ ആണല്ലോ. ഞാൻ അടുത്ത 10ാമത്തെ ഒരു വിഭാഗം ആളുകളാണ് ആര്, സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത്. അതും അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമില്ല. സെറിബ്രൽ പാൾസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബ്രെയിനിലെ ന്യൂറോണിന്റെ തകരാറ് എന്ന് പറഞ്ഞില്ല, ഇതും എന്ത് തന്നെയാണ്, ഒരു ബ്രെയിനിന്റെ ഒരു തകരാറ് മൂലം തന്നെ സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ബ്രെയിനിന്റെ തകരാറ് മൂലം പേശികൾക്കും അസ്ഥികൾക്കും ഉണ്ടാകുന്ന ഒരു ബലക്ഷയം. പേശിക്കും അസ്ഥിക്കും ബലക്ഷയം സംഭവിച്ചാൽ എന്ത് ചെയ്യും, കൃത്യമായിട്ട് നിവർന്നു നിൽക്കാൻ കഴിയില്ല. നമ്മുടെ പേശികളും അസ്ഥികളാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചലനത്തിന് പ്രയാസം എന്ന് പറഞ്ഞല്ലോ. ഈ പേശികളും അസ്ഥികളൊക്കെയാണ് നമ്മുടെ ചലനത്തിനും നിവർന്നു നിൽക്കുവാനും സഹായിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പൊ ആ ഘടകത്തിൽ ഉണ്ടാകുന്ന ഒരു ബലക്ഷയം എന്തിനു സംഭവിക്കും, ആ ഒരു വ്യക്തിയുടെ നിവർന്നു നിൽക്കുന്നതിനും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്നതിനും ഒക്കെ എന്ത് ചെയ്യും, തടസ്സമായിട്ട് വരാം. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതായത് ബ്രെയിനിന്റെ തകരാറ് മൂലം പേശികൾക്കും അസ്ഥികൾക്കും ഉണ്ടാകുന്ന ബലക്ഷയം, ഇത് നിവർന്നു നിൽക്കുന്നതിനും അതേപോലെ തന്നെ സ്വതന്ത്ര സഞ്ചാരത്തിനും പേശികളെ നിയന്ത്രിക്കുന്നതിനുള്ള കഴിവിനൊക്കെ എന്ത് ചെയ്യുന്നു, പ്രയാസം വരുന്നു. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്, സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത്. സെറിബ്രൽ പാൾസിയും എന്ത് ചെയ്യണ്ട, പഠിച്ചു വെക്കണ്ട. ഓക്കെ, ആ ടേം മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി. അതൊരു ഭിന്നശേഷിക്കാരായിട്ടുള്ള വിഭാഗത്തിൽ ഉൾപ്പെടും എന്നുള്ളത് എന്ത് ചെയ്താൽ മതി, അറിഞ്ഞാൽ മതി. ക്ലിയർ. അപ്പൊ ഏതൊക്കെ ഇപ്പൊ പറഞ്ഞത്, ഡോർഫിസം. എന്താ ഡോർഫിസം എന്ന് പറഞ്ഞാൽ, സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറയുന്നതിന്റെ ഫലമായിട്ട് വളർച്ചയിൽ അല്ലെങ്കിൽ വലുപ്പത്തിൽ ഉണ്ടാകുന്ന കുറവിനെ, ശരീരത്തിന് ആവശ്യമുള്ള വലുപ്പത്തിൽ ഉണ്ടാകുന്ന കുറവിനെയാണ് എന്ത് പറയുന്നത്, ഡോർഫിസം എന്ന് പറയുന്നത്. എന്താണ് ഓട്ടിസം എന്ന് പറഞ്ഞാല്, ബ്രെയിനിലെ ന്യൂറോണുകളുടെ വികാസത്തിൽ ഉണ്ടാകുന്ന തകരാറ് മൂലം ഉണ്ടാകുന്ന അവസ്ഥക്കാണെന്ന് പറയുന്നത് ഓട്ടിസം എന്ന് പറയുന്നത്. ഓട്ടിസം ബാധിച്ചവർക്ക് എന്തുണ്ടാവും, ഈ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. സാമൂഹികരണ പ്രക്രിയകൾക്ക് എന്തുണ്ടാവും, തടസ്സമായിട്ട് വരും. അവർക്ക് എന്തായിരിക്കും താല്പര്യം, സാമൂഹികമായിട്ടുള്ള ഇടപെടലിനൊന്നും താല്പര്യം ഉണ്ടാവില്ല. അവരെന്ത് ചെയ്യും, ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒന്ന് ഒറ്റയ്ക്കിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അവരൊരു സ്വപ്ന ലോകത്തായിരിക്കും, അവരുടേതായിട്ടുള്ള ലോകത്തായിരിക്കും നിലനിൽക്കുന്നത്. ക്ലിയർ. പിന്നെ അടുത്ത വിഭാഗമാണ് ഇത് സെറിബ്രൽ പാൾസി. അതും ബ്രെയിനിന്റെ തകരാറ് മൂലം പേശി അസ്ഥി എന്നിവക്കുണ്ടാകുന്ന ഒരു ബലക്ഷയമാണ്, ബലക്കുറവ് ട്ടോ. പേശികൾക്കും അസ്ഥികൾക്കും ഉണ്ടാകുന്ന ബലക്ഷയമാണ് യഥാർത്ഥത്തിൽ എന്ത് സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിവർന്നു നിൽക്കുവാനും സ്വതന്ത്ര സഞ്ചാരത്തിനോ പേശികളെ നിയന്ത്രിക്കുവാനോ ഉള്ള, അതായത് വിചാരിച്ച പോലെ പേശികളെ എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടാവില്ല, കഴിവുണ്ടാവില്ല. ഓക്കെ, അപ്പൊ അത്തരം ഒരു അവസ്ഥക്കാണ് എന്ത് പറയുന്നത്, സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനിയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് വിഭാഗങ്ങൾ, 11ഓളം വിഭാഗങ്ങൾ ബാക്കി പഠിക്കാനുണ്ട്. 14 വിഭാഗങ്ങളാണ് ഏതിൽ പെടുന്നത്, RPWD ആക്ട് പ്രകാരം കൂട്ടിച്ചേർത്തത്. അതിൽ 3 വിഭാഗം പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എന്ത് ചെയ്യാം, ബാക്കി വിഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം.
ഓക്കെ, അപ്പൊ ഇന്ന് തൽക്കാലം ഇത്രയും കാര്യങ്ങൾ മതി. നമ്മൾ ഫസ്റ്റ് മുതൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ഈ ഒരു പ്രത്യേക പരിഗണന അറിയിക്കുന്ന വിഭാഗം ആളുകൾ അല്ലെങ്കിൽ കുട്ടികളെ പൊതുവിദ്യാലയത്തിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കിയത്. അപ്പൊ അതെങ്ങനെയാണ്, ആ ഒരു കൺസെപ്റ്റ് ആണ് ഉൾചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഒരുപാട് നിയമങ്ങളും നയങ്ങളൊക്കെ വരുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഈ പ്രത്യേകം പരിഗണന അറിയിക്കുന്ന വിഭാഗം ആളുകളും എവിടെ ചേർത്ത് പൊതുവിദ്യാലയങ്ങളിലൂടെ വിദ്യാഭ്യാസം നൽകുക എന്ന കാഴ്ചപ്പാടിലേക്ക് എത്തി. ആ കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ എന്ത് ഉൾചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രത്യേകം പരിഗണന ആവശ്യമുള്ളവർക്കും കൂടി ഒരു സാമൂഹികമായ ഇടപെടലുകളൊക്കെ നടത്തുവാനുള്ള ഒരു അവസരം ലഭിക്കുക എന്നുള്ളതാണ് എന്തിന്റെ ലക്ഷ്യം? ഉൾചേർന്ന വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ഏതായാലും അങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നതോടുകൂടി എന്ത് ചെയ്തു? ഒരുപാട് കുട്ടികൾ, പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തി. അപ്പൊ അവരെയും കൂടി അനുകൂലമാക്കുന്ന രീതിയിൽ, അവർക്കും കൂടി അനുകൂലമായ രീതിയിലേക്ക് നമ്മൾ എല്ലാ മേഖലയും വരുത്തിയ മാറ്റത്തെയാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുന്നത്? അനുരൂപീകരണം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എവിടൊക്കെ അനുരൂപീകരണം നടത്തണം എന്ന് ചോദിച്ചാൽ എല്ലാ മേഖലയിലും എന്ത് ചെയ്യണം? പാഠ്യപദ്ധതിയിലും മൂല്യനിർണ്ണയത്തിലും പഠന സാമഗ്രികളിലും വിദ്യാലയത്തിന്റെ ഭൗതിക സൗകര്യങ്ങളിലും ഒക്കെ എന്ത് ചെയ്യണം? ഇവരെ പരിഗണിക്കുന്ന രീതിയിലേക്ക് മാറ്റണം. അങ്ങനെ ഏതായാലും എന്ത് ചെയ്തു? നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് പ്രത്യേക പരിഗണന അറിയിക്കുന്ന ആളുകൾ എത്തി. അപ്പൊ ആരാണ് ഇനി പ്രത്യേക പരിഗണന അറിയിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3 വിഭാഗം ആളുകൾക്കാണ് നമ്മൾ പ്രത്യേക പരിഗണന കൊടുക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ വിഭാഗമാണ് സാമൂഹിക സാംസ്കാരിക പിന്നോക്കാവസ്ഥയിലുള്ളവർ. രണ്ടാമത്തെ വിഭാഗമാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾ. മൂന്നാമത്തെ വിഭാഗമാണ് ആര്? പ്രതിഭാധനരായ കുട്ടികൾ. അല്ല, നമ്മൾ സാമൂഹിക സാംസ്കാരിക പിന്നോക്കാവസ്ഥയിലുള്ളവരെ കുറിച്ച് പറഞ്ഞു. സമൂഹത്തിൽ അവഗണന അനുഭവിക്കുന്നവരെ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, സാംസ്കാരികമായി പിന്നോക്കാവസ്ഥയിലുള്ളവരൊക്കെ എന്തിൽപ്പെട്ടു? ഈ സാമൂഹിക സാംസ്കാരിക പിന്നോക്കാവസ്ഥയിലുള്ളവരിൽ പെട്ടു. ക്ലിയർ ആണല്ലോ? പിന്നെ രണ്ടാമത്തെ വിഭാഗമാണ് ഭിന്നശേഷിക്കാർ. അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1995 PWD ആക്ട് പ്രകാരം A വിഭാഗവും 2016 ദ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് ആക്ട് പ്രകാരം 14 ആളുകളെയും കൂട്ടിച്ചേർത്തു. അങ്ങനെ ടോട്ടൽ 21 ആളുകളാണ് എന്ത് ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾ എന്ന് പറയുന്നത്. അതിൽ A വിഭാഗം ആളുകളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബാക്കിയുള്ളവരെ കുറിച്ച് ചർച്ച ചെയ്യണം. അതിനുശേഷം മൂന്നാമത്തെ ഒരു വിഭാഗം കൂടി ഉണ്ട്, ഇത് മറക്കരുത്. പ്രത്യേക പരിഗണനയിൽ വരുന്ന മറ്റൊരു വിഭാഗം കൂടി ഉണ്ട്, പ്രതിഭാധനരായ കുട്ടികൾ. അതിലാരൊക്കെ പെടും എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യണം? പറയേണ്ടതുണ്ട്. ഓക്കെ അല്ലേ? അതെന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സുകളിലായിട്ട് പറയാം. ഇപ്പൊ തൽക്കാലം ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യണം? അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ കൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തവരോ അങ്ങനെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ LP-UP പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി നമ്മുടെ ക്ലാസ് എന്ത് ചെയ്യാം? ഒന്ന് റെക്കമെൻഡ് ചെയ്യാം, മാക്സിമം എന്ത് ചെയ്യാം? സപ്പോർട്ട് ചെയ്യാം. ഇനി ഏതായാലും ഇവിടുന്ന് അങ്ങോട്ട് എന്തുണ്ടാവും? പരീക്ഷ വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പരീക്ഷയിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ, നല്ലൊരു റാങ്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ് മുന്നോട്ട് പോകും. ഓക്കെ, അപ്പൊ തൽക്കാലം എന്ത് ചെയ്യാം? ക്ലാസ് അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അവസാനിപ്പിക്കാം.